പുരിയിൽ വാഴുമെന്റെ മണിവണ്ണൻ ദുരിതമെല്ലാം തീർത്തു തരും എന്റെ മണിവണ്ണൻ. ഗുരുഭവന പുരിയിൽ വാഴുമെന്റെ മണിവണ്ണൻ ദുരിതമെല്ലാം തീർത്തു തരും എന്റെ മണിവണ്ണൻ. മയിലിനൊത്തു ആട്ടമാടും എന്റെ മണിവണ്ണൻ, കുയിലിനൊത്തു പാട്ടുപാടും എന്റെ മണിവണ്ണൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സുരജനങ്ങൾ വന്ദിക്കുന്ന ദേവദേവൻ കണ്ണൻ, നരജനങ്ങൾ പൂജിക്കുന്ന ദേവനെന്റെ കണ്ണൻ. സുരജനങ്ങൾ വന്ദിക്കുന്ന ദേവദേവൻ കണ്ണൻ, നരജനങ്ങൾ പൂജിക്കുന്ന ദേവനെന്റെ കണ്ണൻ. ഗോപികൾക്കു മുന്നിലെത്തി ആടിടുന്ന കണ്ണൻ, ഗോപികൾക്കു മുന്നിലെത്തി ആടിടുന്ന കണ്ണൻ. ഗോപരത്തു കാട്ടിലേക്കു പോയിടുന്ന ബാലൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മാതുലനെ നിഗ്രഹിച്ച വീരനെന്റെ കണ്ണൻ, മരണഭയം മാറ്റിടുന്ന രാമമെന്റെ കണ്ണൻ. മാതുലനെ നിഗ്രഹിച്ച വീരനെന്റെ കണ്ണൻ, മരണഭയം മാറ്റിടുന്ന രാമമെന്റെ കണ്ണൻ. ഗോപികൾതൻ ചേലയെല്ലാം വാരിയവൻ കണ്ണൻ, ഗോപികൾതൻ ചേലയെല്ലാം വാരിയവൻ കണ്ണൻ. ദ്രൗപദിക്കു ചേല നൽകി കാത്തവനെ കണ്ണൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സൂര്യനേക്കാൾ 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 ശോഭയുള്ള സുന്ദരനൻ കണ്ണൻ, ചന്ദ്രവംശജാതനായ സുന്ദരനൻ കണ്ണൻ. സൂര്യനേക്കാൾ ശോഭയുള്ള സുന്ദരനൻ കണ്ണൻ, ചന്ദ്രവംശജാതനായ സുന്ദരനൻ കണ്ണൻ. രാധികയ്ക്കു പ്രേമമേകി കാമദേവൻ കണ്ണൻ, രാധികയ്ക്കു പ്രേമമേകി കാമദേവൻ കണ്ണൻ. രുക്മിണിക്കു കാന്തനായി ദ്വാരകേശ കണ്ണൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അർജുനന്റെ സാരഥിയായി കണ്ണൻ, അർജുനന്റെ സാരഥിയായി തേർത്തെളിച്ച സൂതൻ. അന്ധനന്റെ അവിലെടുത്തു അമൃതമേകി കണ്ണൻ. അർജുനന്റെ സാരഥിയായി തേർത്തെളിച്ച സൂതൻ. അന്ധനന്റെ അവിലെടുത്തു അമൃതമേകി കണ്ണൻ. അത്യപൂർവ ഗീതയേകി കണ്ണൻ. അത്യപൂർവ ഗീതയേകി യോഗി വര്യൻ ദേവൻ. അമ്പയറ്റ വേടരെയും കാത്ത പുണ്യം കണ്ണൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭക്തിയോടെ പാടിടുകിൽ നമ്മൾ, ഭക്തിയോടെ പാടിടുകിൽ നിത്യം, ഭക്തിയോടെ പാടിടുകിൽ കൃഷ്ണ. ഹരേ
ഭക്തിയോടെ പാടിടുകിൽ ഓടിയെത്തും കണ്ണൻ ഭക്തജന ചിത്തങ്ങളെ കോപിലാക്കും കണ്ണൻ ഭക്തിയോടെ പാടിടുകിൽ ഓടിയെത്തും കണ്ണൻ ഭക്തജന ചിത്തങ്ങളെ കോപിലാക്കും കണ്ണൻ ഭാഗവത വേദികളിൽ ഓടിയെത്തും ദേവൻ ഹരേ ഗുരുവായൂരപ്പ ഇന്നും ഭാഗവത വേദികളിൽ ഓടിയെത്തും ദേവൻ ഭവമൊഴിയാൻ ഭക്തിയോടെ പാടിടുക നമ്മൾ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭക്തിയോടെ പാടിടുകിൽ ഓടിയെത്തും കണ്ണൻ ഭക്തജന ചിത്തങ്ങളെ കോപിലാക്കും കണ്ണൻ ഭാഗവത വേദികളിൽ ഓടിയെത്തും ദേവൻ ഭവമൊഴിയാൻ ഭക്തിയോടെ പാടിടുക നമ്മൾ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ ജാനകീകാന്തസ്മരണം ജയ രാമ രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഹരിനാമ സങ്കീർത്തനം ഹരിയോ ഹരി ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവ ഏവ ച ഭജൻ മുകുന്ദ ചരണം സ്വസ്തിമാൻ സ്യാൽ യഥാ വയം നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ
വിഡംബനം തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരി ദൈതേയ യക്ഷരക്ഷാംസി സ്ത്രിയശൂദ്രാവ്രജൗകസ ഖഗ മൃഗ പാപജീവ സന്ധി ഹ്യച്യുതതാം ഗത ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃത ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യൽ സർവത്ര തദീക്ഷണം. പ്രഹ്ലാദന്റെ ഈ വാക്കുകളാണ് നമുക്ക് നരസിംഹാവതാരത്തിന്റെ പീഠികയായിട്ട് പറയാനുള്ളത്. ഭഗവാനെ ആശ്രയിച്ചാൽ ദാനം കൊണ്ടോ തപസ്സു കൊണ്ടോ ശുദ്ധി കൊണ്ടോ വ്രതങ്ങളെ കൊണ്ടോ ഭഗവാൻ സന്തോഷിക്കുന്നതിനേക്കാൾ വളരെ വേഗം ഭഗവാൻ കേവലമായ ഭക്തി കൊണ്ട് അമലയാ ഭക്തിയ അമലമായ നിർമ്മലമായ ഭക്തി ഒന്നുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മുമ്പിൽ നിർമ്മലമായ നിഷ്കളങ്കമായ നിഷ്കാമമായ ഭക്തി, ആ ഭക്തിയുടെ നറുനവനീതം നിവേദിച്ച പ്രഹ്ലാദന്റെ കഥ രണ്ടുപേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് ദ്വേഷഭക്തിയാണ്, മറ്റൊന്ന് പ്രേമഭക്തിയാണ്. പ്രേമഭക്തി ഭഗവാൻ ആസ്വദിച്ച് ആ ഭക്തനെ അനുഗ്രഹിച്ചപ്പോൾ ദ്വേഷഭക്തിയുടെ മുമ്പിൽ ഭഗവാൻ നിഗ്രഹാനുഗ്രഹം നൽകി എന്ന് വേണം പറയാൻ. പ്രഹ്ലാദന്റെ പ്രേമഭക്തിയും ഹിരണ്യകശിപുവിന്റെ ദ്വേഷഭക്തിയും രണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ടുപേരും ഭഗവാനെ വിചാരിച്ചു കൊണ്ടിരുന്നു എപ്പോഴും. ഒരാൾ പ്രേമത്തോടുകൂടി, മറ്റൊരാൾ ദേഷ്യത്തോടുകൂടി. രാജസൂയ യാഗവേദിയിൽ വെച്ച് നാരദ മഹർഷിയാണ് അതിഗംഭീരമായ അതിമനോഹരമായ ഈ കഥ പറയുന്നത്. അതിമനോഹരമായ അത്യത്ഭുതകരമായ ഈ കഥ നാരദ മഹർഷി പറയാൻ കാരണം എന്താ? ശിശുപാലനെ ഭഗവാൻ സുദർശനം കൊണ്ട് നിഗ്രഹിച്ചു. ചൈത്യദേഹോദ്ധിതം ജ്യോതിർ വാസുദേവം ഉപാവിശൽ. ചൈത്യനിൽ നിന്ന് ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എല്ലാവരും കണ്ടു. ധർമ്മപുത്രരും കണ്ടു. ധർമ്മപുത്രർക്ക് അത്ഭുതമായി. അപ്പൊ ഭഗവാനെ ചീത്ത പറയണതാണോ, ഭഗവാന് നേരെ ദേഷ്യം കാണിക്കുന്നതാണോ, ഭഗവാന് നേരെ വെറുപ്പും വൈരവും പ്രകടിപ്പിക്കുന്നതാണോ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എന്നൊരു സംശയം ധർമ്മപുത്രർക്കുണ്ടായി. ധർമ്മപുത്രരുടെ ആ സംശയത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് രാജസൂയ മഹായാഗവേദിയിൽ വെച്ച് നാരദ മഹർഷി ഈ മനോഹരമായ നരസിംഹാവതാര കഥയെ പറയുന്നത്. സപ്തമസ്കന്ധത്തിന്റെ ആദ്യത്തിൽ പരീക്ഷിത്ത് ചോദിച്ചു, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് ദേവന്മാരോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം കാണിക്കുന്നത്? സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ. ഇന്ദ്രന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അസുരന്മാരെ ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഭഗവാന്റെ സമഭാവനയ്ക്കൊരു വിപരീതമായിട്ടുള്ള രീതിയല്ലേ ഇത്? എല്ലാവരും ഒരുപോലെ കാണുന്നുവെങ്കിൽ രാക്ഷസനും അസുരനും ദേവനും മനുഷ്യനും പക്ഷിമൃഗാദികളും ഒക്കെ ഭഗവാൻ ഒരുപോലെയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ? ഇതിനസ്സു മഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയ സുമഹാൻ ജാതസ്തദ്ഭവാൻ ചേർത്തുമർഹസു. അങ്ങനെയാണ് അത്. ആ ശങ്കയെ, ആ സംശയത്തെ ദൂരീകരിക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. ശിശു ബ്രഹ്മർഷി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ ഗീയതേ പരമം പുണ്യം ഋഷിഭിർ നാരദാദിഭി. നാരദാദി ഋഷീശ്വരന്മാർ പാടിയ കഥകളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. കാരണം അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യത് ഭാഗവത മാഹാത്മ്യം. ഭഗവത് ഭക്തിവർദ്ധനം, ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുന്നതാണ് ഭഗവാന്റെ കഥകളൊക്കെ തന്നെ. ആ കഥകളെ കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്. അതുകൊണ്ട് വളരെ നന്നായി, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു തരാം.
സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ ഓരോന്നിനും ജയം ഉണ്ടാവുമ്പോൾ രാക്ഷസന്മാർക്കും അതേപോലെ തന്നെ അസുരന്മാർക്കും ദേവന്മാർക്കും വിജയമുണ്ടായതായിട്ട് കാണുന്നു. തമോ ഗുണാധിക്യത്തിൽ രാക്ഷസന്മാര്, രജോ ഗുണാധിക്യത്തിൽ അസുരന്മാര്, സത്വഗുണത്തിന്റെ ആധിക്യത്തിൽ ദേവന്മാര്, ഇവർക്ക് വിജയമുണ്ടായി തോന്നും. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന സൂര്യൻ എല്ലാവർക്കും ഒരേപോലെ ചൂടും പ്രകാശവും നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആ പ്രകാശം അനുഭവിക്കാൻ സാധിച്ചില്ല, എനിക്ക് ആ വെളിച്ചം കിട്ടിയില്ല, ഞാൻ മുറിക്കകത്ത് വാതിലും ജനലും ഒക്കെ അടച്ചിട്ടിരുന്നാൽ അത് കിട്ടില്ല. അപ്പൊ എന്ത് വേണം? പുറത്തേക്ക് ഇറങ്ങണം, ഭഗവാനെ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കണ്ടെത്താൻ തന്നെ സാധിക്കും. സത്യത്തിൽ ഭഗവാന്റെ ആ അനുഗ്രഹത്തെ പ്രതിഫലിപ്പിക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കണം എന്നാണ്. കല്ലിലും കടലിലും കണ്ണാടിയിലും ഒരുപോലെയല്ല സൂര്യപ്രകാശം പ്രതിഫലിക്കുക. കല്ലിൽ വളരെ കുറച്ച്, കണ്ണാടിയിൽ വളരെ കൂടുതൽ, കടലിൽ കുറച്ചൊക്കെ നമുക്ക് പ്രതിഫലനം അനുഭവപ്പെടും. കണ്ണാടിയോളം ശുദ്ധമാവണം നമ്മുടെ മനസ്സ് എന്ന് കാണിക്കുകയാണ്. നമ്മുടെ ഹൃദയം കണ്ണാടി പോലെ തുടച്ച് ശുദ്ധമാക്കി വെച്ചാൽ അവിടെ കണ്ണൻ ആടുന്ന ലീലകൾ ആ കണ്ണാടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. ഇതേ സംശയം തന്നെയാണ് പണ്ട് രാജസൂയേ മഹാകർമ്മവും ആ മഹായാഗത്തിൽ വെച്ച് സാക്ഷാൽ ധർമ്മപുത്രർക്ക് അങ്ങയുടെ പിതാമഹനുണ്ടായത്. കാരണം വാസുദേവേ ഭഗവതി സായുജ്യം ചേതി ഭൂഭുജ, ചേതി രാജാവായിരിക്കുന്ന ശിശുപാലൻ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നത് കണ്ടപ്പോ അജാതശത്രുവായ അങ്ങയുടെ മുത്തച്ഛന് സംശയമുണ്ടായി. ആ സംശയത്തെ ദൂരീകരിക്കാൻ നാരദ മഹർഷി കഥ പറയാനായിട്ട് ആരംഭിച്ചു. നാരദ മഹർഷിക്ക് ഭഗവാന്റെ മുമ്പിലിരുന്ന് കഥ പറയാൻ എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. കാരണം ദ്വാരകയിലെ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകൾ കാണാൻ പോയ നാരദ മഹർഷി അവിടെ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. എന്താ? ഭഗവാൻ പുരാണ കഥകളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കഥകൾ മറ്റൊരാളിൽ നിന്ന് ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തൊരു ഭാഗ്യം! ആ പുരാണം പറയുന്ന ആളുടെ ഭാഗ്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നാരദ മഹർഷിയും ഒന്ന് മോഹിച്ചു പോയി, തനിക്കും അതുപോലെ എന്ന് ഭഗവാന്റെ മുമ്പിലിരുന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ നാരദ മഹർഷിയോടുള്ള ദേവർഷിമേ പ്രിയതമ എന്നാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ദേവർഷി. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? താൻ മാത്രം കേട്ടാൽ പോരാ, നാരദന്റെ ആ വീണാപാണിയായിരിക്കുന്ന നാരദൻ വീണ വീട്ടിക്കൊണ്ട് പാടുന്ന മനോഹരമായ ആ കഥ ലോകം മുഴുവൻ കേട്ടോട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു. അതുകൊണ്ട് രാജസൂയ യാഗവേദിയിൽ സകലരും നോക്കി നിൽക്കെ ഭഗവാൻ നിർദ്ദേശം കൊടുത്തു, നാരദ കഥ പറഞ്ഞോളൂ. ഏത് കഥയാ? നാരദന് ഇഷ്ടമുള്ള കഥയാവാന്നാണ്. ഭഗവാന്റെ നരസിംഹാവതാര കഥ, ഭഗവാന്റെ കൂർമാവതാര കഥ, അല്ലെങ്കിൽ വരാഹാവതാര കഥ, അതുമല്ലെങ്കിൽ രാമാവതാര കഥ, ഇപ്പോ ഈ കൃഷ്ണാവതാര കഥ. ഏതാ നാരദ ഏറ്റവും ഇഷ്ടം? നാരദ മഹർഷി പറഞ്ഞു, അതിൽ അത്യത്ഭുതപരമായിട്ടുള്ളത് ഏതാ? ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച കഥ തന്നെയാണ് ഭഗവാനെ. കാരണം ഹിരണ്യകശിപുവിന്റെ ആ ക്രോധാഗ്നിയിൽ ഹിരണ്യകശിപുവിന്റെ പുരികക്കൊടി ഒന്ന് ചലിച്ചാൽ, ആ കടക്കണ്ണൊന്ന് ചുവന്നാൽ 14 ലോകങ്ങളും കിടുകിടുകിട വിറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഭഗവാനെ. അവിടെ ആ തുമ്പുരുവിനോടൊക്കെ കൂടി ചേർന്ന് വിശ്വാവസു തുമ്പുരുവിന് അസ്മദാതയ ഞങ്ങൾ പോയി അവിടെ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പോയി പാട്ടുപാടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇതൊക്കെ ഭഗവാനും നാരദ മഹർഷിയും തമ്മിലുള്ള ആ മൗനത്തിലൂടെ, മൗനം വാചാലമായ ചില ആ കൊടുക്കൽ വാങ്ങലൂടെ കഴിഞ്ഞു. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, ധർമ്മപുത്ര മഹാരാജാവേ, സത്യത്തിൽ ഈ വിചാരങ്ങൾ അങ്ങക്ക് ഉണ്ടായത് നിന്ദന തപസൽക്കാരൻ യക്കാരാർത്ഥം കളയബലം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. അവിവേകം കൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്. നിന്ദ, സ്തുതി, തിരസ്കാരം, പുരസ്കാരം എന്നുള്ളതൊക്കെ സത്യത്തിൽ ഭഗവാന്റെ അടുത്ത് എല്ലാം ഒരുപോലെ തന്നെ. പല രീതിയിലാണ് ഭഗവാന്റെ അടുത്തേക്ക് ആളുകൾ എത്തുക. ചിലർ ദേഷ്യപ്പെട്ടുകൊണ്ടെത്തും, ചിലർ സ്നേഹഭാവത്തിലെത്തും, ചിലർ പ്രേമഭാവത്തിലെത്തും. ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നു. കാമാത്, ദ്വേഷാത്, ഭയാത്, സ്നേഹാൽ യഥാ ഭക്തിയേശ്വരേ മന ആവേശ്യ തദ്ഗംഭിത്വ ബഹവസ്തദ്ഗതിംഗത. ഗോപിമാർക്ക് എന്തായിരുന്നു? കാമമായിരുന്നു.
അതേപോലെ തന്നെ കംസന് ഭയമായിരുന്നു. ഇവിടെ ഈ ചൈത്യന് ദേഷ്യമായിരുന്നു. വൃഷ്ണികൾക്ക് ബന്ധുത്വമായിരുന്നു. നിങ്ങൾക്ക് സ്നേഹം, ഞങ്ങൾക്ക് ഭക്തി. ഇങ്ങനെ ഓരോരുത്തർക്കും തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേന വേഷയിൽ. ഇത്രയേ ഉള്ളൂ. മനസ്സ് ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കുക. അത് ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല. സത്യത്തിൽ ഈ ദേഷ്യഭാവത്തിൽ ഭഗവാനെ കാണുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞില്ലേ? ആ മന്മഥനായിരിക്കുന്ന ഭഗവാന്റെ സൗന്ദര്യം കാണുമ്പോൾ, ആ മന്ദഹാസം കാണുമ്പോൾ, ആ കാരുണ്യാകുലത, എത്ര ആർദ്രഹസിതം, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ ദേഷ്യപ്പെടുക? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ നിരന്തര സ്മരണയ്ക്ക് ഏത് ഭാവവും ആവാം. സത്യത്തിൽ ഈ ദേഷ്യഭാവം കുറച്ചുകൂടി കഠിനമാണ്. കാരണം നമ്മൾ മിത്രങ്ങളെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഓർക്കുന്നത് ആരെയാ? ശത്രുക്കളെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷം പോലും വിടാതെ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ട് ഈ ശിശുപാലൻ. അതുകൊണ്ടാണ് ശിശുപാലന് സായുജ്യം കിട്ടിയത്. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ സാധാരണ ആളുകളല്ല ഈ ശിശുപാലനും ദന്തവക്രനും. പാർഷദപ്രവരോ വിഷ്ണോർ വിപ്രശാപാൽ പദാച്യുതോ. ഹേ പാണ്ഡവ, അജാതശത്രോ, ധർമ്മപുത്രരെ, ഇവർ രണ്ടുപേരും ആരാന്നറിയോ? ഇവര് ഭഗവാന്റെ പാർഷദന്മാരായിരുന്നു പണ്ട്. അതുകൊണ്ട് ഇവര് വിപ്രശാപം കൊണ്ട്, ബ്രാഹ്മണ ശാപം കൊണ്ട് ഇപ്പൊ ഈ നിലയിൽ എത്തിയതാണ്. ആരാ ശപിച്ചത്? സനകാദി യോഗീശ്വരന്മാര്. നൈശ്രേയസം എന്ന ഭഗവാന്റെ ഉദ്യാനത്തിലേക്ക് കടന്നു ചെന്ന കേവലം 5 വയസ്സ് തോന്നിക്കുന്ന ഊർധ്വരേതസ്സുകളായ ആത്മാരാമന്മാരായ സനകാദി യോഗീശ്വരന്മാരെ ഇവര് തടഞ്ഞപ്പോ അശപൻ കുപിത ഏവം യുവാം വാസം നചാർഹത, നിങ്ങൾ ഇവിടെ വസിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞ് ശപിച്ചു. 3 ജന്മം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ആദ്യം ദിതിയുടെയും കശ്യപന്റെയും പുത്രന്മാരായി ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും പിറന്നത്. ഇവർ തന്നെയാണ് വിശ്വവസിന്റെയും കൈകസിയുടെയും പുത്രഭാവത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് പിറന്നത്. അവർ തന്നെ ഇപ്പതാ ദമഘോഷ സുതന്മാരായി, ചേതി ഭൂപതിയായ ദമഘോഷന്റെ പുത്രന്മാരായി ശിശുപാലനായും ദന്തവക്രനായും പിറന്നിരിക്കുന്നു. എന്നിട്ടോ ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോ അനുജസ്തത. ഏട്ടൻ ഹിരണ്യകശിപു, അനുജൻ ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യകശിപുവിനെ ഹരിണാ സിംഹരൂപിണ ഹതോ. ഭഗവാൻ നരഹരിയായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. ഹിരണ്യാക്ഷോ ധരോദ്ധാരേ ബിഭ്രത സൗകരം വധു. സൗകരമൂർത്തിയായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ ഭഗവാൻ നിഗ്രഹിച്ചു. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഘാംസുരകരോന്നാനാ യാതനാ മൃത്യുഹേതവേ. തൻ്റെ മകനെ കൊല്ലാൻ പുറപ്പെട്ടു പ്രഹ്ലാദനെ ഹിരണ്യകശിപു. പിന്നെ ആ രാവണ കുംഭകർണന്മാരെ രാഘവൻ നിഗ്രഹിച്ചത് അത് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. രാമവീര്യം ശോഷ്യസിത്വം മാർക്കണ്ഡേയ മുഖാത് പ്രഭോ. ഇനി ഇവര് ശിശുപാലനും ദന്തവക്രനും, ഈ 2 പേർ ഇപ്പതാ അന്നത്തെ ശാപം കൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു. ശ്രീകൃഷ്ണ ചക്രം കൊണ്ട്, കൃഷ്ണചക്രം ഹതാംഹസവും അവിടെ നിഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. സംശയമായി ധർമ്മപുത്രർക്ക് ഇതെന്താ ഇങ്ങനെ ഒരു കാരണം? ഈ പ്രഹ്ലാദനോട് ഇങ്ങനെ ഒരു ദേഷ്യം വരാൻ എന്താണ് കാരണം? വിദ്വേഷോ ദൈതേ പുത്രേ കഥമാസി മഹാത്മനി ബ്രൂഹിമേ ഭഗവൻ യേന പ്രഹ്ലാദസ്യ അച്യുതാത്മത. അത് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോഴാണ് പിന്നീട് 9 അധ്യായങ്ങളെ കൊണ്ട് ആ പരീക്ഷത്തെ ശിശുബ്രഹ്മർഷി പറയുകയാണ്. നാരദ മഹർഷി 9 അധ്യായങ്ങളെ കൊണ്ട് നരസിംഹാവതാര കഥ അവിടെ പറഞ്ഞു വെച്ചു എന്നാണ്. നാരദ മഹർഷി പറയാനായിട്ട് ആരംഭിച്ചു. നാരദ മഹർഷി കഥ പറയുന്നതിൽ വലിയ മിടുക്കുള്ള ആളാണ്. അതുകൊണ്ട് ഏതൊരു കഥ പറയുമ്പോഴും പ്രതിനായകനെ ഉയർത്തി കാണിക്കുമ്പോഴാണ് നായകഭാവത്തിന് ശക്തിയും വീര്യവും ഒക്കെ നമുക്ക് തോന്നുക, അല്ലേ? നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ സിനിമകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. ആ പ്രതിനായകൻ വില്ലൻ വേഷം ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ പിന്നീട് വരുന്ന നായകന്റെ ശക്തി
അതിനേക്കാൾ കൂടുതലാവുമ്പോൾ ഒരു കേമത്വം കൂടും. ഇതേപോലെ തന്നെ ഇവിടെ പ്രതിനായകനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെയാണ് ആദ്യം ഇങ്ങനെ കാണിച്ചത്. ഇപ്പോഴത്തെ ക്യാമറ ഇവിടെ നാരദ മഹർഷി എവിടേക്കാ ക്യാമറ ആദ്യം കൊണ്ടുപോയത്? അവിടെ ഹിരണ്യകശിപുവിന്റെ കാലിങ്ങനെ കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹിരണ്യകശിപുവിന്റെ അതിഭീകരമായിട്ടുള്ള മുഖം പേടിക്കുന്ന തരത്തിൽ ലോകം മുഴുവൻ കിട്ടുകിട പറയ്ക്കുന്നു. കാരണം എന്താ? ഭ്രാതര്യേവം വിനിഹതേ ഹരിണാക്രോഡമൂർത്തിന ഹിരണ്യകശിപു രാജൻ പര്യതപ്യരുഷാശുച ആഹചേതം രുഷാഭൂർണ സന്ദഷ്ടദശനക്ഷത കോപോജ്വലഭ്യാം ചക്ഷുഭ്യാം നിരീക്ഷൻ ധൂമ്രമംബരം കരാളദംഷ്ട്രാഗ്രദൃഷ്ട്യാ ദുഷ്പ്രേക്ഷ്യ ഭൃകുടേ മുഖ ശൂലമുദ്യമ്യ സദസി ദാനവാൻ ഇതമബ്രവീ. ഹിരണ്യകശിപുവിന്റെ രൂപം ആദ്യം ഒന്നിങ്ങനെ കാണിച്ചു തന്നു. എങ്ങനെയാ? ചുണ്ടൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച്, കണ്ണുകൾ ഇങ്ങനെ തുറപ്പിച്ച്, ചുവന്ന കണ്ണുകള് വിറയ്ക്കുന്നു. ആ പുരികക്കൊടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അല്ലേ? ഭൂമധ്യത്തിൽ നിന്ന് ക്രോധമുണ്ടാകുമ്പോ അവിടെ നിൽക്കാൻ പറ്റാണ്ട് പുരികക്കൊടികൾ വളഞ്ഞതുപോലെ തോന്നും. എല്ലാവരും പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കുന്നു. ശൂലങ്ങനെ നിലത്തി കുത്തിപ്പിടിച്ച് തന്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു. ഭോ ഭോ ദാനവദൈതേയ ദിമൂർധത്രക്ഷ ശംബര ശതബാഹോ ഹയഗ്രീവ നമുചേ പാക ഇല്വല വിപ്രചുത്തെ പുലോമൻ മമവച ശൃണുതാനന്തരം സർവേ ക്രിയതാമാശുമാചിരം. നിങ്ങൾ എല്ലാവരും എന്ത് വേണം? എൻ്റെ വാക്ക് ആദ്യം കേൾക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അനുജനും നിങ്ങളുടെ കൂട്ടുകാരനുമായ ആ ഹിരണ്യാക്ഷനെ ഹരി ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഹിരണ്യാക്ഷന് നേരെയുണ്ടായ ഈ അതിക്രമത്തിന് പ്രതിക്രിയ ചെയ്യാൻ ഞാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. മക്ഷൂല ഭിന്നഗ്രീവസ്യ ഭൂരിണ രുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യ ഭ്രാതരം മേ ഗതവ്യഥ. എൻ്റെ അനുജന്, രുധിരപ്രിയനായ എൻ്റെ അനുജന്, രക്തദാഹിയായ എൻ്റെ അനുജന് ആ ഹരിയുടെ മാറുകേറിയ രക്തം കൊണ്ട് ഞാൻ തർപ്പണം ചെയ്യും. ഇത് സത്യം എന്നങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം. വിഷ്ണുവിന്റെ ശക്തി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്രാഹ്മണര്, പശുക്കള്, വേദങ്ങള്, വർണ്ണാശ്രമ ക്രിയകള്, അതൊക്കെ എവിടെയുണ്ടോ അത് മുഴുവൻ നമുക്ക് ഇല്ലാതെയാക്കണം. വിഷ്ണുവിന്റെ ശക്തി കുറയുകയും വേണം. മഹാരാജാവെ, അങ്ങയുടെ ശക്തി വർദ്ധിക്കുകയും വേണം. വിഷ്ണുവിന്റെ ശക്തി കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം. അങ്ങയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടത് അങ്ങ് ആലോചിച്ചോളൂ. ഏറ്റവും എളുപ്പം തോന്നുന്നത് ബ്രഹ്മാവിനെ ഭജിക്കുക എന്നുള്ളതാണ്. സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചവനാണ് ഈ ശ്രീഹരി എന്ന് പാവം ഹിരണ്യകശിപുവിന് അപ്പം മനസ്സിലായില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഭജിക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയത്. ഇവര് ഈ അസുരന്മാര് അവരിറങ്ങി പുറപ്പെട്ടു. സകലതും തകർത്തെറിയാൻ തുടങ്ങി. പുരഗ്രാമ വ്രജോദ്യാന ക്ഷേത്രാരാമ ആശ്രമാകരാൻ ഘേടഘർവട ഘോഷാംശ ദദഹു പത്തനാനിച്ച. കൊടാലിയൊക്കെ കൊണ്ടുവന്ന് ആ നല്ല വൃക്ഷങ്ങൾ, തണൽ വൃക്ഷങ്ങളൊക്കെ മുറിച്ചു കളയാം. ഇതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമാണത്രേ. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ? അതൊന്നും വേണ്ട എന്നാണ് പുതിയ പ്രഖ്യാപനം. അണക്കെട്ടുകൾ തകർക്കുക. ഇങ്ങനെ ഈ ലോകത്ത് അവരുടെ ഒരു അഴിഞ്ഞാട്ടുണ്ടായി. സ്വാമിയായ ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശം കൂടി കിട്ടിയതോടുകൂടി ആസുരീയമായ രാക്ഷസീയമായ ശക്തികൾ അഴിഞ്ഞാടി തുടങ്ങിയപ്പോൾ ഹിരണ്യകശിപു എന്തു ചെയ്തു? ഇവിടെ ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ പറഞ്ഞുറപ്പിച്ചു പോയ ഹിരണ്യകശിപു അകത്തു ചെന്ന് തൻ്റെ സഹോദരന്റെ ഭാര്യയായ ഋഷാഭാനുവിനും തൻ്റെ അമ്മയായ ദിതിക്കും സഹോദരന്റെ പുത്രന്മാർക്കും ഒക്കെ ഗംഭീരമായിട്ടുള്ളൊരു ഉപദേശം, ധർമ്മോപദേശം. ഹിരണ്യകശിപു ആണ് പറയണത് എന്ന് വിചാരിച്ച് മോശം എന്ന് കണക്കാക്കണ്ട. നമ്മൾ ഏറ്റവും വിശേഷമായിട്ടുള്ള ഉപദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. ആത്മാവിന് മരണമില്ലെന്നും ശരീരം മാത്രമാണ് നശിക്കുന്നതെന്നും നമ്മുടെ ഹിരണ്യാക്ഷൻ മരിച്ചിട്ടില്ലെന്നും ഇനി മരിച്ചുവെങ്കിൽ തന്നെ അത് ഹരിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വീരചരമം പ്രാപിക്കുകയാണ് ഉണ്ടായതെന്നും ഈ ശരീരത്തെയല്ല നമ്മൾ സ്നേഹിച്ചത്, ആ ആത്മാവിനെയാണെന്ന് തിരിച്ചറിയൂ. ആത്മാവ് പോയതോടുകൂടി ഈ ശരീരം കേവലം ശവമായി മാറി. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് എന്ന രീതിയിൽ ഹിരണ്യകശിപുവിന്റെ അതിഗംഭീരമായിട്ടുള്ള ഉപദേശം അവിടെ ഉണ്ടായി. എന്നിട്ടോ പണ്ട് ധർമ്മദേവൻ ഉശീനരനായിരിക്കുന്ന ആ രാജാവിന്, സുയജ്ഞൻ എന്ന രാജാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിമാർക്ക് നൽകിയ ഉപദേശത്തെ
ഇവിടെ ഒരു ഉപകഥയായി അവതരിപ്പിച്ചു. ധർമ്മദേവൻ പറഞ്ഞ മാടപ്പിലാവിന്റെ കഥ, സ്നേഹം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുലിംഗ മിഥുനം, ആ 2 മാടപ്പിലാവുകള്, മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയും ഒരു പെൺപക്ഷിയും, അവരുടെ കഥയും അവിടെ പറഞ്ഞു. സ്നേഹം കൊണ്ട് നശിക്കുന്നത്, സ്നേഹിക്കരുതെന്നല്ല, ഇതൊക്കെ നശിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് വേണം സ്നേഹിക്കാൻ, അല്ലെങ്കിൽ സ്നേഹം എല്ലാത്തിനെയും നശിപ്പിക്കും എന്ന വലിയ ഉപദേശം ഹിരണ്യകശിപുവിൽ നിന്ന് ഉണ്ടായി. ഹിരണ്യകശിപു പറഞ്ഞു, ബാല ഏവം പ്രവദതി സർവേ വിസ്മിത ചേതസ. ഈ യമധർമ്മൻ ഒരു ബാലന്റെ രൂപത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവർക്കൊക്കെ അത്ഭുതമായി. അതുകൊണ്ട് നിങ്ങളും ഈ ദേഹത്തിൽ ഒരിക്കലും അഭിരമിക്കരുത്, ആത്മാവിനെ മനസ്സിലാക്കൂ, ആത്മാവാണ് ഈശ്വരൻ, ദേഹബോധമില്ലാതെയാവണം എന്ന് ഗംഭീരമായിട്ട് അങ്ങ് ഉപദേശിച്ചപ്പോ ഇതിദൈത്യപതേർവാക്യം ദിതിരാകർണ്യസസ്നുഷ പുത്രശോകം ക്ഷണാത്യക്വാ തത്വേ ചിത്തമധാരയൽ. ചിത്തത്തിലേക്ക് തത്വത്തെ ചേർത്ത് വെച്ചു, ശോകത്തെ ത്യജിച്ചു എന്നാണ്. അങ്ങനെ അവർക്കും സമാധാനമായി. ഹിരണ്യകശിപു കയാധുദേവിയുടെ അടുത്ത യാത്ര പറഞ്ഞ് അവിടുന്ന് തപസ് ചെയ്യാനായിട്ട് മന്ദരപർവ്വതത്തിലേക്ക് യാത്രയായി. മന്ദരപർവ്വതത്തിന്റെ സാനുക്കളിൽ അതിഗംഭീരമായിട്ടുള്ള തപസ് ഹിരണ്യകശിപു ആരംഭിച്ചു. സതേവേ മന്ദരദ്രോണ്യം തപ പരമദാരുണം ഊർധ്വബാഹു നഭോദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനി. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആകാശത്തിലേക്ക് ദൃഷ്ടികൾ ഊന്നിക്കൊണ്ട് ഹിരണ്യകശിപു അവിടെ തപസ് ആരംഭിച്ചു. എത്ര വർഷം തപസ്? 100 വർഷം അതിഗംഭീരമായിട്ടുള്ള തപസ്. തസ്യ മുഗ്ധ സമുദ്ഭൂത സധൂമോഗ്നിസ്തപോമയ. ആ ശിരസിൽ നിന്ന് ധൂമമൊക്കെ ഉയരാൻ തുടങ്ങിയെന്നാണ്. പ്രളയകാലത്ത് സൂര്യനെ പോലെ തോന്നി ഹിരണ്യകശിപുവിന്റെ ആ തലമുടിയൊക്കെ. ലോകം മുഴുവൻ ഹിരണ്യകശിപുവിന്റെ ആ തപസ്സിന്റെ ശക്തി കൊണ്ട് പരിഭ്രമിച്ചു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഇഷ്ടമില്ല. അവർക്കൊക്കെ പല ആളുകൾക്കും പ്രാണരോധം വന്നു തുടങ്ങി. അവർ ബ്രഹ്മാവിനെ പോയി ശരണം പ്രാപിച്ചു. അല്ലയോ ബ്രഹ്മദേവ, അങ്ങേ ഉദ്ദേശിച്ചിട്ടാണ് തപസ് ചെയ്യണത്, വേഗം ചെന്ന് ആ ദൈത്യേന്ദ്രനെ തപസ്സിൽ നിന്ന് പിന്മാറാനുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ ശരീരം പറഞ്ഞ് ബ്രഹ്മാവ് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഹംസവാഹനനായി മരീചാദി പ്രജാപതിമാരോട് കൂടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ ആദ്യം നദർശ പ്രതിച്ഛന്നം വൽമീകതൃണകീചകൈ. കാണാനേ സാധിച്ചില്ല ഹിരണ്യകശിപുവിനെ എന്നാണ്. നിരന്തരമായ തപസ്സുകൊണ്ട്, അനക്കമില്ലാത്ത ആ തപസ്സുകൊണ്ട് എന്തുണ്ടായി? ഹിരണ്യകശിപുവിന്റെ ദേഹം മുഴുവൻ ചിതൽപുറ്റുകൾ വന്ന് മൂടിക്കഴിഞ്ഞു. മുളകളും അതേപോലെ പുൽച്ചെടികളും വളർന്നിരിക്കുന്നു. അതിനുള്ളിൽ നിന്ന് ഉയരുന്നൊരു ഓങ്കാര ശബ്ദം മാത്രം, മറ്റൊന്നും കാണാനില്ല. ഹിരണ്യകശിപുവിന്റെ ആ ദേഹത്തെ മാംസമില്ലാതെയായി, ശരീരത്തിലെ ആ എല്ലുകളിൽ പ്രാണൻ കുടുങ്ങി ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിയപ്പോ സാക്ഷാൽ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് വിളിച്ചു, ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ തപസ്സിദ്ധോസി കാശ്യപ വരദോഹമനുപ്രാപ്തോ വ്രിയതാമീപ്സിതോ വര. എന്താ എനിക്ക് വരം വേണ്ടത് എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ വരം തരാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, കമണ്ഡലു ജലേനൗക്ഷൽ ദിവ്യേന ആമോഘരാധസ. തന്റെ ആ കമണ്ഡലു ജലം കൊണ്ട് ആ ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് തളിച്ചതോടുകൂടി ഹിരണ്യകശിപു ആ ചിതൽപ്പുറ്റിൽ നിന്നും ഉയർന്ന് എഴുന്നേറ്റിങ്ങനെ വന്നു. സർവാവയവ സമ്പന്നോ വജ്രസംഭനനോ യുവ. വജ്രസമാനമായിട്ടുള്ള ശരീരഭാഗങ്ങളോടുകൂടി ഹിരണ്യകശിപു എഴുന്നേറ്റിങ്ങനെ നിന്നു, തൊഴുതു. സനിരീക്ഷ്യ അംബരേദേവം ഹംസവാഹം അവസ്ഥിതം. ആകാശത്തിൽ ഹംസത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സാക്ഷാൽ സൃഷ്ടികർത്താവിനെ ബ്രഹ്മാവിനെ ഇങ്ങനെ കണ്ട് നനാമശിരസാഭൂമോ തദ്ദർശന മഹോത്സവ. തന്റെ ആ ഈശ്വരനെ മുമ്പിൽ ഇങ്ങനെ കണ്ടപ്പോ കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചു. ഉദ്ധായ പ്രാഞ്ജലി പ്രഹ്വ ഈക്ഷമാണോ ദൃശാവിഭും ഹർഷാശ്രുകുളഗോദ്ഭേദോ ഗിര ഗദ്ഗതയാ ഗൃണാൽ. ഗദ്ഗതത്തോടുകൂടി വാക്കുകൾ പുറത്തേക്ക് വന്നു, ആർദ്രത വന്നു ഹിരണ്യകശിപുവിനെ എന്ന് ചുരുക്കം. 100 വർഷത്തെ തപസ്സുകൊണ്ട് ആസുരീയമായ ഭാവങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. ആസുരീയമായ ഭാവത്തിൽ ഈ ചിന്തകളൊന്നും വരില്ല. ഇവിടെ സാത്വികമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് ഹിരണ്യകശിപു വന്നു.
ഭഗവാനെ സ്തുതിച്ചു. നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയ മനോബുദ്ധി വികാരേർ വ്യക്തിമീയുഷേ ത്വമീശിഷേ ജഗതസ്തസ്ഥുഷശ്ച പ്രാണേന മുഖ്യേന പതിപ്രജാനാം ചിത്തസ്യ ചിത്തേർമന ഇന്ദ്രിയാണാം പതിർമഹാൻ ഭൂതഗുണാശേഷ. അതുകൊണ്ട് ആ ഭഗവാനെ നമസ്കരിച്ചു, ഗംഭീരമായിട്ട് സ്തുതിച്ചു. അത്രയും നേരമൊക്കെ ഒരു സത്വഗുണത്തിന്റെ ഭാവം ഹിരണ്യകശിപുവിൽ കണ്ടു. നാരദ മഹർഷി പറയാ, അധികം വൈകിയില്ല. അനന്താവ്യക്ത രൂപേണ ഏനേതമഖിലം തതം ചിതജിച്ഛക്തിയുക്തായ തസ്മൈ ഭഗവതേ നമ. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഹിരണ്യകശിപു ഉടനെ പറഞ്ഞു, യദിദാസ്യഭിമതാൻ വരാൻ മേ വരദോത്തമ. പിന്നെയുള്ളത് ഒരു ആജ്ഞാപിക്കലിന്റെ മട്ടിലാണ്, അല്ലെങ്കിൽ തന്റെ അധികാരം നേടിയെടുക്കുന്നു, തന്റെ അവകാശം നേടിയെടുക്കുന്ന ഒരാളെ പോലെ ഹിരണ്യകശിപു പറഞ്ഞു, അങ്ങ് വരങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ എന്തൊക്കെയാ ചില നിബന്ധനകൾ. ഈ ലോകത്തിൽ ഒരു വസ്തു കൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മാവ് പറഞ്ഞു, ആ വരം തരാൻ എനിക്ക് സാധിക്കില്ല ഉണ്ണി. എങ്കിലൊരു കാര്യം, അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മാവ് പറഞ്ഞു, തഥാസ്തു. പിന്നെയോ അന്യസ്മാദവിചായുധേ, അകത്ത് പാടില്ല, പുറത്തു പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, ആയുധം കൊണ്ട് പാടില്ല, ആയുധമില്ലാതെ പാടില്ല. ന ഭൂമോ നാംബരേ മൃത്യു ന നരയും ന മൃഗൈരവി. മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല. തന്നെയുമല്ല സുരാസുര മഹോരകൈ, ആർക്കും എന്നെ കൊല്ലാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ലോകപാലന്മാരുടെ മുഴുവൻ ശക്തിയും ഐശ്വര്യവും എനിക്ക് വരണം എന്നിങ്ങനെ പറഞ്ഞു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവിടെ അവതരിപ്പിച്ച കൃതാർത്ഥതയോടുകൂടി ഹിരണ്യകശിപുവിനെ നിന്നപ്പോ ബ്രഹ്മാവ് ഭഗവാനെ ഒന്നിങ്ങനെ ആലോചിച്ചു, ഭഗവാനെ ഞാൻ കൊടുക്കട്ടെ. ഭഗവാൻ പറഞ്ഞു, ഓ ഹരിഷ്യേവി വരോർജിതം, എന്ത് വരം കൊടുത്താലും ഞാൻ കൊല്ലാൻ തീരുമാനിച്ചിട്ടെങ്കിൽ ഞാൻ കൊന്നോളാം. നരയുന്ന മൃഗൈരവി, ഓ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല എന്നാണ് ഭഗവാന്. ഏത് വേഷം കെട്ടാനും വിഷമമില്ല. ഭക്തന്മാരുടെ ആവശ്യത്തിന് മത്സ്യമായും കൂർമ്മമായും എന്തിന് ചേറിൽ പുളഞ്ഞു നടക്കുന്ന വരാഹമായിട്ട് വരാനും വിഷമില്ലാത്ത ഭഗവാനുണ്ടോ ഇനി നരസിംഹമായിട്ട് അവതരിക്കാൻ? അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും മരണം ഉണ്ടാവില്ല എന്നല്ലേ കൊടുത്തത്? കൊടുത്തോളൂ, വരം കൊടുത്തോളൂ. താതേമേ ദുർലഭാ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാ വിവിധരാമ്യംഗാവരാൻ യദപി ദുർലഭാൻ. ദുർലഭമാണ് എങ്കിൽ പോലും ഞാൻ വരങ്ങളൊക്കെ തരാം. എല്ലാ ചോദിച്ച വരങ്ങളൊക്കെ ദാം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അതങ്ങനെ കൊടുത്തു. ഏവം ലബ്ധവരോ ദൈത്യോ ബിഭ്രദ്ധേമമയം വപു ഭഗവത്യകരോദ്വേഷം ഭ്രാതൃവധമനുസ്മരൻ. അനിയനെ കൊന്നവൻ എന്നുള്ള രീതിയിൽ ഭഗവാനോട് ദേഷ്യം വെച്ചു പുലർത്തി ആ ഹിരണ്യകശിപു എന്നാണ്. എന്നിട്ടോ പട്ടേരിപ്പാട് ഈ സന്ദർഭത്തിൽ വളരെ ഭംഗിയായിട്ട് ആ രംഗത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വരം ലബ്ധ്വാ ദൃപ്തഃ, വരം നേടി തൃപ്തനായി, അഹങ്കാരിയായി. വരം നേടിയ എന്താ ആവേണ്ടത്? വരം ലബ്ധ്വാ തൃപ്തഃ. അതാണ് വേണ്ടത് ഭക്തന്മാർക്ക്. ഇവിടെ ഭക്തിയില്ല, കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്തിയാണ് ഇവിടെ ഉണ്ടായത്. തനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ശക്തിയിൽ അഹങ്കരിച്ചു പോയി ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ ദേവാസുര മനുഷ്യേന്ദ്രാൻ ഗന്ധർവ ഗരുഡോരകാൻ സിദ്ധചാരണ വിദ്യാധര ഋഷിൻ പിതൃപതിൻ മനും യക്ഷരക്ഷ പിശാചേശാൻ പ്രേതഭൂതപതീനഥ സർവസത്വപതീം ജിത്വ വശമാനീയ വിശ്വജൽ ജഹാര ലോകപാലാനാം സ്ഥാനാനി സഹ തേജസ. ലോകപാലന്മാരുടെ സ്ഥാനങ്ങളെ അവരുടെ തേജസ്സോടുകൂടി അപഹരിച്ചു. മഹേന്ദ്രഭവനത്തിൽ മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ആ ഹിരണ്യകശിപു ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം ജിതേന്ദ്രിയനായില്ല എന്ന് പ്രത്യേകം അവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു. അങ്ങനെ സകലതും തന്റെ കാൽക്കീഴിലാക്കി മാറ്റിയ അദ്ദേഹം, എല്ലാത്തിനെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ അദ്ദേഹം, തന്റെ പുരികക്കൊടിയൊന്ന് ചലിച്ചാൽ, തന്റെ കടക്കണ്ണൊന്ന് ചുവന്നാൽ, താൻ ചുണ്ടിലൊന്ന് കടിച്ചാൽ ലോകം മുഴുവൻ കിട്ടുകിട്ടുകിടകിടാ വിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. നാരദ മഹർഷി പറഞ്ഞു, സത്യത്തിൽ അവിടെ
ഗന്ധർവ സിദ്ധാർഷയസ്തവൻ മുഹുർ വിദ്യാധരോ അപ്സരസശ്ച പാണ്ഡവ. ഇവരൊക്കെ അവിടെ പോയി സ്തുതിച്ചു. വിശ്വാവസു തുമ്പുരു അസ്മദാതയം. വിശ്വാവസവും തുമ്പുരു ഞാനും ഒക്കെ പോയി അവിടെ സ്തുതിക്കേണ്ടായി. എല്ലാവരും സ്തുതിച്ചു. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും. ഭഗവാൻ ചിരിക്കുക. ശ്രീകൃഷ്ണനായി രാജസൂയ യാഗവേദിയിൽ അഗ്രപൂജ സ്വീകരിച്ചിരിക്കുന്ന ഭഗവാൻ ഒന്ന് ചിരിച്ചപ്പോ നാരദ മഹർഷിക്ക് ആരും മനസ്സിലായി. എങ്കിലും അതിപ്പോ പറഞ്ഞില്ല. കാരണം എന്താ? ഭഗവാൻ ഈ ഹിരണ്യകശിപുവിന്റെ നാസാദ്വാരത്തിലൂടെ അകത്ത് കയറിയിരുന്ന കാര്യം വാമനാവതാരത്തിലാണ് പിന്നീട് ഭഗവാൻ പറയണത്. ആരുടെ അടുത്ത്? ഈ പ്രഹ്ലാദന്റെ പൗത്രനായ ഹിരണ്യകശിപുവിന്റെ പ്രപൗത്രനായിരിക്കുന്ന ബലിയുടെ അടുത്ത് പറയും, അന്ന് വിഷ്ണു ആ വൈകുണ്ഠത്തിൽ വന്ന ദൈത്യേന്ദ്രന്റെ നാസാദ്വാരത്തിലൂടെ അകത്തേക്ക് കയറി ഹൃദയപീഠികയിൽ പോയിരുന്നു. കാരണം എന്താ? ബാഹ്യ ചക്ഷുസുകളാണ് അവന്. പുറത്തേക്ക് തുറന്നു വെച്ച കണ്ണേ ഉള്ളൂ. ആ ആന്തരികമായ ചക്ഷുസ് അകക്കണ്ണ് തുറക്കാൻ സാധിച്ചിട്ടില്ല. അജിതേന്ദ്രിയനാണ്. എന്നാൽ ജിതേന്ദ്രിയനായ പ്രഹ്ലാദന് അകക്കണ്ണാണ് എപ്പോഴും തുറന്നിരിക്കുന്നത്. ബാഹ്യ ചക്ഷുസുകൾ എപ്പോഴും അടഞ്ഞിരിക്കും, ധ്യാനനിരതനായി. അപ്പോ ഈ രീതിയിൽ സകലതും തന്റെ കാൽക്കീഴിലാക്കിയ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ ദേവന്മാരും വല്ലാതെ കഷ്ടപ്പെട്ടു. അവര് ഭഗവാന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, സർവേഷാം ഭദ്രവസ്തുവ, എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. ഭഗവാന്റെ അശരീരിയാണ്. സന്നാദേന്തി കകുഭ സാധൂനാം അഭയങ്കരി അരൂപ മേഘനിസ്വനാ വാണി. മേഘസമാനമായിരിക്കുന്ന ഭഗവാന്റെ വാക്കുകൾ അവിടെ ഇങ്ങനെ കേട്ടു. എന്താ പറഞ്ഞത് ഭഗവാൻ? ജ്ഞാതമേതസ്യ ദൗരാജ്ഞം ദൈതേയാവ സദസ്യ ച തസ്യ ശാന്തി ഗരിഷ്യാമി കാലം താവൽ പ്രതീക്ഷത. കാലം പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നോളൂ. ആ ദൈതേയന്റെ ആ ദിതിപുത്രന്റെ പ്രവർത്തികൾ എനിക്ക് നല്ലപോലെ മനസ്സിലായി. നിങ്ങളുടെ ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്ന് ആലോചിച്ചോളൂ. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈച വിദ്വേഷ സവ ആശു വിനശ്യ. അവന് മരണം, അവന്റെ നാശം എപ്പോഴാണ് ഉണ്ടാവുക? വേദങ്ങളെ, ദേവന്മാരെ, പശുക്കളെ, ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ, ധർമ്മത്തെ ഒക്കെ വിദ്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവൻ നശിക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് അവന്റെ നാശം എങ്ങനെയാ പെട്ടെന്ന് ഉണ്ടാവുക? നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ ദാദ്രുഹ്യേ ഹനിഷ്യേപി വരോർജിതം. എന്ത് വരം നേടിയാലും നിർവൈരനും പ്രശാന്താത്മാവുമായ ആ പ്രഹ്ലാദനെ, അവന്റെ പുത്രനെ എപ്പോ ദ്രോഹിച്ചു തുടങ്ങുന്നു, അപ്പോ തീർച്ചയായും അവനെ ഞാൻ കൊന്നോളാം. ഏതായാലും ദേവന്മാരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. നാരദ മഹർഷി പ്രഹ്ലാദനെ പിന്നീട് അവതരിപ്പിച്ചു. ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോജിതേന്ദ്രിയ ആത്മവൽ സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമ ദാസവൽ സന്നതാദ്യാംഘ്രി പിതൃവദ്ദീനവത്സല മാതൃവൽ സദൃശേ സ്നിഗ്ധോ ഗുരുശീശ്വര ഭാവന വിദ്യാർത്ഥരൂപ ജന്മാഢ്യോ മാനസ്തംഭ വിവർജിത. അതാണ് ആ ഉണ്ണിയുടെ കേമത്തങ്ങൾ എന്നാണ്. അദ്ദേഹം ആ പ്രഹ്ലാദൻ ബ്രാഹ്മണനിൽ ഭക്തിയുള്ള ആളാണ്, എല്ലാ ഗുണഗണങ്ങളും നിറഞ്ഞ ആളാണ്, സത്യസന്ധനാണ്, ജിതേന്ദ്രിയനാണ്. 5 വയസ്സേ പ്രായമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിനെ മുഴുവൻ തന്നെ പോലെ സ്നേഹിക്കുന്ന ആളാണ്. ശത്രുമിത്ര ഭേദങ്ങളില്ലാത്ത ആളാണ്. ഗുരുവിനെ ഈശ്വരഭാവത്തിൽ കാണുന്നു. തന്നെയുമല്ല, വിദ്യയും ധനവും ഉത്തമകുലത്തിലെ ഉന്നത കുലത്തിലെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പുത്രനാണ്, സൗന്ദര്യമുണ്ട്. ഇതിന്റെ ഒന്നും അഹങ്കാരം ആ ഉണ്ണിയെ തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആ ഉണ്ണിയുടെ പ്രത്യേകത എന്തൊക്കെയാ പറഞ്ഞു? വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി. നൈസർഗികമായ ഒരു രതി, ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു തിടുക്കം ആ ഉണ്ണിയുടെ ഓരോ പ്രവൃത്തിയിലും കാണാമെന്നാണ്. ആ ഉണ്ണിയെ ഗോവിന്ദ പരിരംഭിത, ഭഗവാൻ എപ്പോഴും കെട്ടിപ്പിടിച്ച് രക്ഷിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടോ ക്വചിദ്രുതതി വൈകുണ്ഠ ചിന്താശബളചേതന ക്വചിദ് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിൽ നദതി ക്വചിദുൽകണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിൽ
ക്വചിത് തദ്ഭാവനായുക്ത തന്മയോനുചകാരഃ ക്വചിതുത്പുളകസ്തൂഷ്ണീമാസ്തേ സംസ്പർശ നിർവൃത അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതേക്ഷണ. ആ ഉണ്ണി ലോകം ഭഗവാനെ വേണ്ട പോലെ മനസ്സിലാക്കണില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ കരയാറുണ്ട്. ചിലപ്പോൾ ഭഗവാന്റെ ആ കാരുണ്യത്തെക്കുറിച്ച് ആലോചിച്ച് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന് ചിരിക്കും. ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിൽ, ആഹ്ലാദത്തിൽ ഉറക്ക പാട്ടുപാടും. ചിലപ്പോ വിലജ്ജോ നൃത്യതി ക്വചിൽ, ലജ്ജ വിട്ട് നാണം വിട്ട് നാരായണനാമം ജപിച്ച് നാരായണ ഹരേ 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 നാരായണ ഹരേ. ആ നാമസങ്കീർത്തനം ഇങ്ങനെ ഒഴുകി 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 വൈകുണ്ഠത്തിലേക്ക് ഇങ്ങനെ എത്തും. ഭഗവാൻ അതിങ്ങനെ കേട്ട് ആനന്ദത്തോടുകൂടി ഇങ്ങനെ ഇരിക്കും. പ്രഹ്ലാദനും ആ ആനന്ദാനുഭവം ഭഗവാനിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതേപോലെ ഭഗവത് സ്വരൂപമായ ആ പ്രഹ്ലാദനും ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലേക്ക് എത്തുമ്പോൾ എല്ലാം മറന്ന് സമാധിസ്ഥരായ ഋഷീശ്വരന്മാരെ പോലെ ആ അർദ്ധനിമീലിത നയനങ്ങളോടുകൂടി ധ്യാനനിരതനായിട്ട് ഇരിക്കും. ഒന്നും അറിയണില്ല. അങ്ങനെയുള്ള ആ പ്രഹ്ലാദനെ തസ്മിൻ മഹാഭാഗവതേ മഹാഭാഗേ മഹാത്മനി ഹിരണ്യകശിപൂരാജൻ അകരോ അഘം ആത്മജേ. ഉണ്ണിയെ പല രീതിയിൽ പല തരത്തിലും ദ്രോഹിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയും. ധർമ്മപുത്രർക്ക് വീണ്ടും സംശയമായി, ഇതെന്താ ഇങ്ങനെയൊക്കെ? ആ പ്രഹ്ലാദന്റെ കഥ ഒന്നുകൂടി വിസ്തരിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഗുരുനാഥന്മാര് ശുക്രാചാര്യന്റെ മക്കള് ഷണ്ടൻ അമർക്കൻ ഷഡാമർക്കന്മാരുടെ അടുത്ത് വിദ്യകളൊക്കെ ഉണ്ണിയെ പഠിപ്പിക്കണു. പക്ഷേ ആ ഉണ്ണി എത്രയോ മുമ്പ് തന്നെ വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നാരദ മഹർഷി ആ രഹസ്യം ഇപ്പൊ പറയണില്ല, പ്രഹ്ലാദൻ തന്നെ പറയട്ടെ എന്ന രീതിയിലാണ് ഭഗവാൻ കഥാകഥനം രാജസൂയ യാഗവേദിയിൽ കൊണ്ട് നടക്കുന്നത്. പ്രഹ്ലാദന്റെ അടുത്ത് ഒരു ദിവസം അച്ഛൻ ചോദിച്ചു, ഏറ്റവും ശരി എന്ന് തോന്നുന്നത് എന്താണ്? ഉണ്ണി പറയൂ എന്ന് പറഞ്ഞപ്പോ ഉണ്ണി പറഞ്ഞു, അച്ഛാ, ഈ ഗൃഹാന്ധകൂപത്തിൽപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ കുടുംബമാകുന്ന പൊട്ടക്കിണറ്റിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടില്ല വേണ്ടത്, വനം ഗതോ, കാട്ടിൽ പോണം. ഓ, അപ്പൊ തൻ്റെ ആ തപസ്സൊക്കെ കേട്ടിട്ടുണ്ട് ഉണ്ണി, അതുകൊണ്ടാവും താനിവിടുന്ന് പോകുമ്പോ ഗർഭിണിയായിരുന്നു കയാധു ദേവി. നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് കയാധു 100 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചത്. ഏതായാലും തൻ്റെ അമ്മയും തന്നെ അതേപോലെ തന്നെയാണ് 100 വർഷം ഗർഭത്തിൽ കൊണ്ട് നടക്കുകയുണ്ടായിട്ടുണ്ട്. ഹിരണ്യകശിപു അതൊക്കെ ആലോചിച്ചു. അപ്പൊ കാട്ടിലേക്ക് പോകണം ഉണ്ണി. എന്തിനാ കാട്ടിലേക്ക് പോകേണ്ടത്? യദ്ധരിമാശ്രയേത. അത് കേട്ടപ്പോഴാണ് ഹിരണ്യകശിപു ഉറക്കം ചിരിച്ചത്. എന്താ ഉണ്ണി പറഞ്ഞത്? ഹരിയെ ആശ്രയിക്കേ, ഹരി നമ്മുടെ ശത്രുവല്ലേ. ഉറക്കെ ചിരിച്ചു. ശ്രുത്വാ പുത്രഗിരോ ദൈത്യ പരപക്ഷ സമാഹിത ജഹാസ ബുദ്ധിർബാലാനാം ഭിദ്യതേ പരബുദ്ധി. ചില ആളുകളൊക്കെ ഇടയിൽ കയറിയിട്ട് ഈ ഉണ്ണിയതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷണ്ടാവർക്കന്മാരെവിടെയാ? ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ശുക്രാചാര്യ ഇവിടെ ഇല്ല എന്നുള്ളൊരു കുഴപ്പം വരരുത്. നിങ്ങൾ ഉണ്ണിയെ ശ്രദ്ധിക്കുക. ഉണ്ണിയെ ആരൊക്കെയോ വന്ന് പുറമേ നിന്നുള്ള ആളുകൾ വേഷം മാറി വരുന്നുണ്ട്. ഉണ്ണിയുടെ അടുത്ത് ഹരിഭക്തി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് ആ ഉണ്ണിയെ കൊണ്ടുപോയി. എന്നിട്ട് പ്രഹ്ലാദ വത്സ ഭദ്രം തേ സത്യം കഥയമാമൃഷ. ഉണ്ണി നുണ പറയരുത് കേട്ടോ. പ്രഹ്ലാദൻ ഒന്നിങ്ങനെ ചിരിച്ചു. നുണ പറയേ, സത്യം മാത്രം പറയുക, അതാണ് ഉണ്ണിയുടെ ശീലം തന്നെ. അപ്പൊ പിന്നെ ഉണ്ണിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബുദ്ധി കിട്ടിയത് എന്നാണ് അടുത്ത ചോദ്യം. അത് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിച്ചത്? ഉണ്ണിക്ക് സ്വയം തോന്നിയതാണോ മറ്റാരെങ്കിലും പറഞ്ഞു തന്നതാണോ എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, സ്വപരശ്ചേത്യ സദ്ഗ്രാഹാ പുംസാം യന്മഹയയാകൃത. ഈ ഞാനെന്നും അപരനെന്നുള്ള ചിന്ത എങ്ങനെ ഉണ്ടാവുന്നത് എന്നറിയോ ഗുരുനാഥ? ഞാൻ കേട്ടിട്ടുള്ളത് ഭഗവാന്റെ മായ കൊണ്ടാണ്. ആ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ആ ഭഗവാനെ നമസ്കരിക്കണം. എനിക്ക് ഞാനെന്നും അപരനെന്നുള്ള ചിന്തയൊന്നുമില്ല. എന്നെ ആരും പഠിപ്പിച്ചതല്ല.
എനിക്ക് തോന്നിയതാണ്. നൈസർഗികീരതി അല്ലേ? ആരാ അവിടെ? വേഗം ഒരു നല്ലൊരു ചോറില് കൊണ്ടുവരൂ, ഈ ഉണ്ണി ഒന്ന് പഠിപ്പിക്കട്ടെ. ആനീയതാമരേവേത്രം അസ്മാകമ യശസ്കര കുലാങ്കാരസ്യ ദുർബദ്ധേശ്ചതുർദ്ധോസ്യോതിതോദമ ദൈതേ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ. ഈ ദൈതയന്മാരാകുന്ന ചന്ദനവനത്തിൽ മുൾച്ചെടിയായിട്ട് വളർന്നേക്കാണ് ഈ പ്രഹ്ലാദൻ. ഇവൻ വളർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവസാനം വിഷ്ണോർ നാളായുധോദ്ഭക, വിഷ്ണുവിന്റെ കോടാലിയുടെ കൈയായിട്ട് മാറും. ഈ ചന്ദനവനങ്ങളൊക്കെ മുറിക്കാനുള്ള വിഷ്ണുവിന്റെ കോടാലിയുടെ കൈയായിട്ട് അവൻ മാറാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ദൈതയെ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ, അങ്ങനെയല്ല, ദൈതയെ കണ്ടകവനെ ജാതോയം ചന്ദനദ്രുമ. ചന്ദനമാണ് ആ ഉണ്ണി. സുഗന്ധം, ഭക്തിയുടെ സുഗന്ധം ലോകത്തിന് പകർന്നു കൊടുത്ത ആ ഉണ്ണിയെ അവർക്ക് വേണ്ടതുപോലെ മനസ്സിലായില്ല. എങ്കിലും അവർ പഠിപ്പിച്ചു. ധർമ്മം, അർത്ഥം, കാമം, പരമപുരുഷാർത്ഥമായ മോക്ഷത്തെക്കുറിച്ച് അവർ പഠിപ്പിച്ചതേയില്ല. ധർമ്മത്തെക്കുറിച്ചും വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ല. അവർക്ക് എന്തേ പഠിപ്പിക്കാനുള്ളൂ? അർത്ഥം കാമം, അർത്ഥം കാമം, പണമുണ്ടാക്കുക, എന്നിട്ടോ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ആ ഒരു ഭാഷയാണ് ഹിരണ്യകശിപുവിന്റെ ആ ഉണ്ണിയെ ശുക്രാചാര്യന്റെ മക്കൾ പഠിപ്പിക്കാൻ നോക്കിയത്. ഉണ്ണി അതൊന്നും പഠിച്ചില്ല. എങ്കിലും ഇത് ഉണ്ണി പഠിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അവരൊരു ദിവസം ആ ഉണ്ണിയെ നേരെ കയാധൂദേവി അലങ്കരിച്ചൊരുക്കിയ അതിസുന്ദരനായ 5 വയസ്സുകാരൻ മഞ്ഞപ്പട്ടുടുത്ത് പൊന്നിച്ചിലമ്പ് കിലുക്കി മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് മനോഹരമായ കൊത്തുമാലകളും ഒക്കെ ധരിച്ച് കങ്കണങ്ങളും അതേപോലെ തന്നെ ആ തോളറ്റം നീണ്ടുകിടക്കുന്ന മുടിയിഴകൾ അറ്റം മാത്രങ്ങൾ ചുരുണ്ട് പുഞ്ചിരിയോടുകൂടി നെറ്റിയിൽ മനോഹരമായിട്ടുള്ളൊരു ഗോപിക്കുറി, ഗോവിന്ദ പരിരംഭിതനായ ആ ഉണ്ണി സത്യത്തിൽ ഗോവിന്ദനെ പോലെ തന്നെ തോന്നിപ്പിച്ചു. പൊന്നിച്ചിലമ്പ് കിലുക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വന്നു. അച്ഛൻ്റെ കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചു. പാദയോപതിതം ബാലം പ്രതിനന്ദ്യാശിഷാസുര പരിഷ്വജ്യ ചിരം ദോഭ്യാം പരമാമാപനിർവൃതിം. അവിടെ പ്രഹ്ലാദൻ കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചപ്പോൾ വലിയൊരു നിർവൃതി അനുഭവപ്പെട്ടു. ആർക്ക്? ഹിരണ്യകശിപുവിനെ. ഹിരണ്യകശിപുവിനെ വാരിങ്ങടെ എടുത്തു. ആരോപ്യാംഗമവഭ്രായാമുദ്ധന്യശ്വകലാംബുഭി ആസിഞ്ചൻ വികസൻ വക്രവിധവാഹ യുധിഷ്ഠിര. ഉണ്ണി തൊഴുത അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉണ്ണിയുടെ ആ മുടിയിഴകളിൽ കൂടി ഇങ്ങനെ പെരലുകൾ ഇങ്ങനെ ഓടിച്ച് വളരെ സ്നേഹത്തോടു കൂടി ഹിരണ്യകശിപു ചോദിച്ചു, പ്രഹ്ലാദാനുച്യതാം താത സ്വധീതം കിഞ്ചിതുത്തമം കാലേനൈതാവതായുഷ്മൻ യദശിക്ഷൽ ഗുരോർഭവാൻ. പ്രഹ്ലാദ, ഉണ്ണി, അതെ, ഉണ്ണിക്ക് ഏറ്റവും ഉത്തമമായിട്ട് തോന്നിയത് എന്താ എന്ന് ഹിരണ്യകശിപു ചോദിച്ചു. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ? അപ്പോൾ ഗുരുനാഥൻ പഠിപ്പിച്ചത്, അതും ഉണ്ണിക്ക് വലിയ ഭാഗ്യമായി. കാരണം ഗുരുനാഥന്മാര് പഠിപ്പിച്ചത് എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് ഉണ്ണി പറഞ്ഞേനെ. ഇപ്പൊ അങ്ങനെയല്ല, ഗുരുനാഥൻ പഠിപ്പിച്ചത് ഉണ്ണിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. അമ്മ തൻ ഗർഭത്തിൽ അന്നിങ്ങനെ കിടക്കുന്ന ആ സമയത്ത് തൻ്റെ ആ ശ്രോത്രേന്ദ്രിയങ്ങളിലേക്കും അതിലൂടെ ഹൃദയത്തിലേക്കും ഒഴുകിയെത്തിയ നാരദവാണികളുടെ മാധുര്യം ഉണ്ണിക്ക് ഇങ്ങനെ നല്ല പോലെ അനുഭവപ്പെടുന്നുണ്ട്. ആ നാരദൻ പകർന്നു തന്ന നാരായണ ഭക്തി നാവിൽ ഒരു പുതുസ്വരൂപമായിക്കൊണ്ട് ഹിരണ്യകശിപുവിൽ അവതരിപ്പിക്കപ്പെട്ടു. കാരണം അച്ഛൻ ഇത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ ലോകം മുഴുവൻ സർവേ ഭവന്തു സുഖിന ആ ഒരു നിലയിലേക്ക് എത്തും, അല്ലേ? ആ ഖലന്മാരൊക്കെ പ്രശാന്താത്മാക്കളായിട്ട് തീരും. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീത. പ്രഹ്ലാദന്റെ പ്രാർത്ഥന എപ്പോഴും അതാണ്, ഈ ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാവട്ടെ. ഖലന്മാരൊക്കെ പ്രശാന്താത്മാക്കള്, ദുഷ്ടന്മാരൊക്കെ പ്രശാന്താത്മാക്കളായിട്ട് തീരട്ടെ എന്നാണ്. അപ്പൊ അച്ഛൻ ഇത് പറഞ്ഞു കൊടുത്താൽ അച്ഛൻ പറയുകയാണ്, അതെ, നാളെ മുതൽ എല്ലാവരും ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം ഇത് മാത്രമേ പറഞ്ഞുള്ളൂവെങ്കിൽ ഹിരണ്യകശിപു സമ്മതിച്ചേനെ. കാരണം തന്നെക്കുറിച്ച് കേൾക്കുക, തന്നെക്കുറിച്ച് പാടുക, തന്നെക്കുറിച്ച് സ്മരിക്കുക എന്നൊക്കെയാണ് ഹിരണ്യകശിപുവിന് തോന്നിയത്. അതുകൊണ്ടാണ് ശ്രവണം, കീർത്തനം രണ്ടും കേട്ടപ്പോൾ വലിയ സന്തോഷമായി. തൻ്റെ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് തന്നെക്കുറിച്ച് ഇങ്ങനെ പാടുന്ന കാര്യമാണ് ഈ ഉണ്ണി പറയാൻ പോണത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രഹ്ലാദൻ പറഞ്ഞു, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം,
സഖ്യം ആത്മനിവേദനം. ഇതാണ് ഉണ്ണി പറഞ്ഞത്. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, അങ്ങനെ ഭഗവത് സ്മരണയുണ്ടാവും. ഭഗവത് സ്മരണയുണ്ടാവുമ്പോൾ പാദസേവ ചെയ്യുക, ഭഗവാനെ അർച്ചിക്കുക, വന്ദിക്കുക, ദാസ്യഭാവത്തിൽ നിൽക്കുക. അപ്പൊ ഭഗവാൻ നമ്മളെ ആ സഖ്യഭാവത്തിലേക്ക് കൈപിടിച്ചുയർത്തും. അപ്പോ എല്ലാം ഭഗവാനായിട്ട് ആത്മനിവേദനം ചെയ്യുക, ആത്മസമർപ്പണം ചെയ്യുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നിങ്ങനെ പറഞ്ഞപ്പോ നിശംവേദോ ഹിരണ്യകശിപുസ്തദാ ഗുരുപുത്രമുവാചേതം രുഷ പ്രസ്ഫുരിതാധര. ചുട്ടിങ്ങനെ കട്ടിച്ചു പിടിച്ചിട്ട് ആ ഗുരുപുത്രന്മാരെ വിളിച്ചു, ഇതാണോ നിങ്ങൾ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ അവര് ആലില് പോലെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, നമൽപ്രണീതം ന പരപ്രണീതം സുതോവതത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മതിരസ്യ രാജൻ നിയച്ഛമന്യം കഥദാസ്മമാഹ. അങ്ങ് ഹേ ഇന്ദ്രശത്രു, ദേവേന്ദ്രനെ പോലെ തോൽപ്പിച്ച് സ്വർഗം കയ്യിലടക്കിയ അവിടുത്തേക്ക് ഈ കേവലം ഒരു ഉണ്ണിയുടെ കാര്യത്തിൽ ഇത്ര ദേഷ്യപ്പെടേണ്ടതുണ്ടോ? ഈ ഉണ്ണിക്ക് നൈസർഗികീയമായൊരു രതി ഈ കാര്യത്തിലുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചതല്ല, മറ്റാരെങ്കിലും പഠിപ്പിച്ചതല്ല. ഇതിങ്ങനെ കേട്ടു ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. എന്താ ചെയ്യൽ ഗുരുമുഖീയം തേ കുതോ ഭദ്രാസതി മതി. നിനക്ക് എവിടുന്ന് എങ്ങനെ കിട്ടി? ഈ ഗുരുപുത്രന്മാര് പഠിപ്പിച്ചതല്ല എന്ന് പറയുന്നു. ഗുരു പഠിപ്പിച്ചത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. നീ പറഞ്ഞത് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ശ്രീകൃഷ്ണ പദാരവിന്ദങ്ങളിലുള്ള ഭക്തിയുടെ മഹത്വത്തെ പറഞ്ഞു തുടങ്ങിയതും അന്ധീകൃതാത്മാ സ്വത്സംഗാൽ നിരശ്യത മഹീതലെ താഴേക്ക് ഭൂമിയിലേക്ക് അങ്ങോട്ട് വലിച്ചു എറിഞ്ഞു. ഗോവിന്ദ പരിരംഭിത. ഉണ്ണിക്കൊന്നും പറ്റിയില്ല. ഉണ്ണിയെ എന്നും താങ്ങി നിർത്താൻ ഭഗവാൻ ഒപ്പുണ്ടല്ലോ, ആ ഉണ്ണിക്കൊന്നും പറ്റിയില്ല. എന്നിട്ടോ ഹിരണ്യകശിപു പ്രത്യേകം എല്ലാവരോടായിട്ട് പറഞ്ഞു, ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു അവയവത്തിന് മാറാരോഗം പിടിപെട്ടാൽ ആ ഭാഗം മുറിച്ചു കളഞ്ഞ് ശേഷം സുഖം ജീവതി. അതാണ് വേണ്ടത്. ഇതേപോലെ ഈ ദൈതേയന്മാരുടെ കുലത്തിന് വന്ന മാറാരോഗമാണിവൻ. ഇവനെ കൊല്ലണം. ഏത് രൂപത്തിൽ വേണമെങ്കിൽ കൊല്ലാം എന്നാണ്. സർവൈരുപായർഹന്തവ്യ സംഭോജ ശയനാസനൈ സുഹൃലിംഗധരശത്രു മുനേർ ദൃഷ്ടമിവോ ഇവേന്ദ്രിയം പറഞ്ഞു. അതിങ്ങനെ കേട്ടില്ലേ? അവരിങ്ങോട്ട് വന്നു. അവര് ചിന്തി ബിന്ദീതിവാദിന അടിക്കവനെ കുത്തവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൂലവും മറ്റു ആയുധങ്ങൾ എടുത്തുകൊണ്ടൊക്കെ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. അതൊന്നും ഉണ്ണിയുടെ ഒരു രോമത്തിൽ പോലും ഒരു കുഴപ്പമുണ്ടാക്കിയില്ല എന്ന് പറയുന്നു. തന്നെയുമല്ല, ഉണ്ണിയെ വലിയ മതയാനകളെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാൻ കൊണ്ടുവന്നു. അവരൊക്കെ വന്നു നോക്കുമ്പോഴോ ആഹരീഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാം വൻഗജങ്ങൾ ദൂരത്തിലോടി മറയുന്നു തൽക്ഷണം ഭാരിച്ച ഭീതിയിൽ ആതുരരായി. പ്രഹ്ലാദനെ എല്ലാവരും കാണുന്നത്. ആനകള് അവരിങ്ങനെ മതിച്ച് കൊമ്പൊക്കെ കുലുക്കി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഒരു അലർച്ച. ഒരു സിംഹം അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അലറി തന്റെ മസ്തകം പിളർക്കാൻ വരുന്ന സിംഹത്തെ കണ്ട് ആനകളൊക്കെ തിരിഞ്ഞോടാൻ തുടങ്ങി. വിഷപ്പാമ്പുകളെ പറഞ്ഞയച്ചു. സാമഗാന ചിറകടിയൊച്ചയുമായി പക്ഷിരാജനായിരിക്കുന്ന സാക്ഷാൽ ഗരുഡനെയാണ് ഈ പാമ്പുകൾക്ക് കാണാൻ പറ്റണത്. അവരും തലയും താഴ്ത്തി അവരിതാ പുറകിലേക്ക് തന്നെ തിരിച്ചുപോയി. അതേപോലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചിട്ടു. അതുകൊണ്ട് സാധിച്ചില്ല. ഉണ്ണിയെ കൊല്ലാൻ സാധിക്കണില്ല. മഞ്ഞിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഫലമുണ്ടായില്ല. ഏതൊക്കെ രീതിയിൽ ഉണ്ണിയെ കൊല്ലാൻ നോക്കിയോ ഒരു നിലയ്ക്കും ഉണ്ണിയെ കൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കി, സാധിക്കണില്ല. ഭക്ഷണം കൊടുക്കാതെ നോക്കി, ഗരദാനയിൽ അഭോജനയിൽ ഭക്ഷണം കൊടുക്കാതെയും ഗരദാനം ആ വിഷം ആ ഉണ്ണിക്ക് കൊടുത്തു. കയാധുദേവിയാണ് ആ പാത്രം പിടിച്ചിങ്ങനെ വിറച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കണത്. ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശമാണ്, നീയാണ് കൊടുക്കേണ്ടത്, വളർത്തു ദോഷമാണത്. കയാധുദേവിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാത്രം കയ്യിൽ പിടിച്ച് ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ചു നിന്നു. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് താൻ പഠിച്ച ആ ഭഗവത് സ്തുതികളൊക്കെ ഉള്ളിൽ നല്ലപോലെ പ്രാർത്ഥിച്ചു. ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് തീർന്നു വീണ മാതൃസ്നേഹത്തിന്റെ പാതിവൃത്യത്തിന്റെ കണ്ണീർത്തുള്ളികൾ ആ വിഷത്തെ അമൃതമാക്കി മാറ്റി. ഉണ്ണി പറഞ്ഞു, എന്തിനാ അമ്മയെ പേടിക്കുന്നത്? ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലേ, ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറയലും അത് അമൃത് പോലെ അങ്ങോട്ട് കഴിച്ചു. യാതൊരു കുഴപ്പമുണ്ടായില്ല. പാലാഴി മഥന സമയത്ത് സാക്ഷാൽ മഹാദേവൻ ഹലാഹല വിഷം കഴിച്ചപ്പോ കഴുത്ത് നീലകളായി, നീലകണ്ഠനായി. ഇപ്പോ നീലവർണ്ണനായിരിക്കുന്ന ഭഗവാന്റെ ആ ആനന്ദത്തിന്റെ അനുഗ്രഹം ശീതളിമയിൽ
ആ ഉണ്ണിക്ക് ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നു. ഹിരണ്യകശിപു ആലോചിച്ചു. കാരണം ന്യൂനമേതൽ വിരോധേന മൃത്യുർമേ ഭവിത നവ. ഇവനോടുള്ള വിരോധം കൊണ്ട് എനിക്ക് മരണം സംഭവിക്കോ? ഉണ്ടാവില്ല എന്ന് തീർച്ചപ്പെടുത്തുന്നു. ഷഡാവർക്കന്മാർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോവാം. ഞങ്ങളുടെ അച്ഛൻ ശുക്രാചാര്യ വന്നാൽ ഈ ഉണ്ണിയെ നേർവഴിക്ക് നയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വരുണപാശം കൊണ്ട് ബന്ധിച്ച് ഈ ഉണ്ണി നിർത്താം. ഇവനെ പഠിപ്പിക്കേണ്ടതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അവിടുന്ന് കൊണ്ടുപോണു. ഏതായാലും ആ ഉണ്ണി ഗുരുനാഥന്മാരുടെ ആ ഗുരുകുലത്തിൽ ചെന്ന് ഗുരുനാഥന്മാർ പുറത്തുപോയ സമയത്ത് തൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തിയ അസുരബാലന്മാർക്ക് നൽകിയ ഉപദേശം അതാണ് നമ്മൾ ഈ പ്രകരണത്തിൽ ആദ്യം നമ്മൾ ചൊല്ലിയത്. എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എന്തു വേണം? കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാനെ ഭജിക്കണം. കാരണം ദുർലഭം മാനുഷം ജന്മം, അതിദുർലഭമാണ് ഈ മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിൽ 100 വർഷമാണ് മനുഷ്യന്റെ ആയുസ്സെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഉറങ്ങിക്കഴിയുന്നു. ബാല്യത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും അറിവില്ലാത്ത പ്രായങ്ങളിൽ അറിവുള്ള കുറച്ചു സമയം. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. ഗൃഹാസക്തന്മാരായി കുടുംബാരാമന്മാരായി കഴിയല്ല വേണ്ടത്. നിരവധി ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ പോലെ ഇന്ദ്രിയങ്ങൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുമ്പോൾ കേവലം 5 വയസ്സുള്ള ഉണ്ണിയാണ് പറയുന്നതെങ്കിലും ആ ആത്മതത്വ പ്രകാശനം ആ ഉണ്ണി ചെയ്തപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മനസ്സിലായി തുടങ്ങി. അവർ പറഞ്ഞു, ഇതെങ്ങനെയാണ് പ്രഹ്ലാദന് ഇത് മനസ്സിലായത്? അച്ഛൻ പറയുന്നത് കേൾക്കല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛൻ പറയുന്നത് കേൾക്കണം. ഏതുവരെ? അച്ഛൻ പറയുന്നത് ഈശ്വരാരാധനയ്ക്ക് വിരുദ്ധമാകുന്ന കാലം വരെ. അങ്ങനെ വിരുദ്ധമായാൽ അച്ഛൻ പറയുന്നത് കേൾക്കണ്ട, അമ്മ പറയുന്നത് കേൾക്കണ്ട. ലോകത്തിൽ ഒരു ശക്തിയും നമ്മളെ തടുക്കാനായിട്ട് വരുന്നത് അംഗീകരിക്കരുത്. ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു. പ്രഹ്ലാദൻ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? പ്രഹ്ലാദന്റെ അടുത്ത് അച്ഛൻ അന്ന് ചോദിച്ചില്ലേ യഥശിക്ഷൽ ഗുരോർഭവാൻ എന്ന് പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ഒരിക്കലും നുണ പറയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ബ്രഹ്മണ്യ അല്ലെ, ശീലസമ്പന്ന, സത്യസന്ധ, ജിതേന്ദ്രിയ, ഉണ്ണിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോ ഗുരുനാഥൻ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ ഗുരുനാഥന്മാരങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുട്ടികളെ ഇങ്ങനെ അടുത്തേക്ക് വരും. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കും എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയ സമയത്ത് നമ്മളെ പിടികൂടാനായിട്ട് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവസൈന്യങ്ങൾ എത്തിച്ചേർന്നു. എന്നിട്ടോ ആ ദേവന്മാരുടെ മുമ്പിൽ പിപീലികയിൽ അഹിരിവ, പാമ്പ് വരുമ്പോൾ ഉറുമ്പും കൂട്ടങ്ങൾ ഓടുന്നത് പോലെ നമ്മളൊക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്രേ. അന്ന് ഞാൻ എവിടെയായിരുന്നു എന്നറിയോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ. ആ സമയത്ത് അമ്മയെ പിടികൂടി ദേവേന്ദ്രൻ. അമ്മയെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഭാഗ്യവശാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. പ്രാഹമൈനാം സുരപതേ നേതുമർഹസ്യനാഗസം മുഞ്ച മഹാഭാഗ സതീം പരപരിഗ്രഹം. മറ്റൊരാളുടെ ഭാര്യയാണോ പിടിച്ചുകൊണ്ടുപോകുന്നത്? ദേവേന്ദ്രൻ പറഞ്ഞു, ഇവളുടെ ഉള്ളിൽ വളരുന്ന ആ വിഷവിത്തിനെ ഞാൻ കൊന്നിട്ട് ഇവളെ കൊല്ലാതെ വിട്ടോളാം. നാരദ മഹർഷി അന്ന് പറഞ്ഞു അത്രേ, ഈ കയാധുവിൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞ് ഭഗവത് ഭക്തനായിട്ട് തീരും. ഏതായാലും ആ ദേവർഷിയുടെ വാക്ക് എന്നിൽ ഭക്തി നിറച്ചു. അമ്മയെ ദേവർഷി രക്ഷിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ ഋഷി പ്രദാതുഭയമീശ്വര ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമഭ്യുദ്ദിശ്യ നിർമ്മലം. അമ്മയ്ക്കാണ് പറഞ്ഞു കൊടുത്തതെങ്കിലും എനിക്ക് അതൊക്കെ അറിയണം എന്ന് വിചാരിച്ച് അതിങ്ങനെ പറഞ്ഞു തന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് എനിക്ക് അതൊക്കെ അറിയാനുള്ള അനുഗ്രഹം ഭഗവാനും തന്നു. അതുകൊണ്ട് അതൊക്കെ ഞാൻ പഠിച്ചു. അതിൽ നിന്നാണ് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്തു ഈശ്വര ഇതി ഭൂതാനി മനസാ കാമയിസ്തേ സാധുമാനയെ ഏവം നിർജിത ഷഡ്വർഗേ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭത്തെ രതി. അതുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കൂ, ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ. മുഹുശ്വസൻ ഭക്തി ഹരേ
ജഗൽപതേ നാരായണേത്യാത്മമഗർഗതത്രപ. ലജ്ജ വിട്ട് ഭഗവാന്റെ നാമം ജപിക്കാറാവണം. അത് നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഇല്ലാതെയാക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രഹ്ലാദ, ഞങ്ങൾക്ക് വീണ്ടും സംശയം. അസുരന്മാരുടെ കൂടെ ഒരിക്കലും ഭഗവാനെ കണ്ടിട്ടില്ലല്ലോ. ദേവപക്ഷത്തല്ലേ ഭഗവാൻ പറയുന്ന, പ്രഹ്ലാദൻ പറയുന്ന ഈ ഹരി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഭഗവാന് ദേവനെന്നോ അസുരനെന്നോ രാക്ഷസനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ ഉള്ള യാതൊരു വ്യത്യാസമില്ല. ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? ദേവനോ അസുരനോ മനുഷ്യനോ യക്ഷനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, മംഗളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വസ്തി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭജൻ മുകുന്ദചരണം. ആ മുകുന്ദന്റെ മുക്തിയെ നൽകുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഭഗവാന്റെ മുമ്പിൽ ബ്രാഹ്മണ്യമോ ദേവത്വമോ ഋഷിത്വമോ ഒന്നും ഭഗവാന്റെ അടുത്ത് എത്തില്ല. പിന്നെയോ ഭഗവാൻ എന്തുകൊണ്ടാണ് സന്തോഷിക്കുക? പ്രിയതേ അമലയാ ഭക്തിയ. അമലമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഭഗവാൻ സന്തോഷിക്കുക എന്ന് പറയുന്നു. ആ ഭഗവാന്റെ അതുകൊണ്ട് എന്ത് വേണം കൂട്ടുകാരെ? തതോഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. അതുകൊണ്ട് എന്ത് വേണം? ആ ഭഗവാനായ ഹരിയിൽ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. പ്രഹ്ലാദൻ ദാനവന്മാരോട് പറയുന്നു, തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവ ഭക്തിം കുരുത മാനവ. നമ്മളോടും അത് തന്നെയാണ് പറയുന്നത്. നമ്മളിലും ദാനവഭാവം ദൈത്യഭാവം ഉണർന്ന് ആ എല്ലാം തകർത്തെറിയുന്ന നൃത്തമാടുമ്പോൾ സാന്ത്വനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ മാനവന്മാരായി മാധവനെ ഭജിക്കുകയാണ് വേണ്ടത്. പ്രഹ്ലാദൻ പറയുന്നു. അതുകൊണ്ട് എന്ത് വേണം? എല്ലാത്തിലും ഭഗവാനെ കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ആണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ഷഡാവർക്കന്മാര് ശുക്രാചാര്യന്റെ മക്കൾ കടന്നു വരുന്നത്. അവർക്ക് മനസ്സിലായി ഭഗവാന്റെ നാമം ജപിക്കുന്ന പ്രഹ്ലാദന്റെ നാമസങ്കീർത്തനത്തിനൊപ്പം ആനന്ദ നൃത്തമാടിക്കൊണ്ട് ആ ഹരിനാമങ്ങളെ ഉച്ചൈസ്തരം ഘോഷിക്കുന്ന അസുരകുട്ടികള്. ഹരേ നാരായണ 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 ഹരേ നാരായണ. എല്ലാവരും ഹരേ നാരായണ 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 ഹരേ നാരായണ. നാമസങ്കീർത്തനത്തിന്റെ അലയൊലിയിൽ ആ പ്രഹ്ലാദന്റെ നാമസങ്കീർത്തനം, അതിനൊപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അസുരക്കുട്ടികളുടെ നാമസങ്കീർത്തനം അവിടെ ഏതാ വൈകുണ്ഠത്തോളം എത്തിച്ചേർന്നു കഴിഞ്ഞു. വിവരമറിഞ്ഞ് ചവിട്ടേറ്റ പാമ്പിനെ പോലെ പ്രശ്രയാവനതം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഹൃതൈവശ്വസൻ പ്രകൃതിദാരുണ ഹിരണ്യകശിപു ഓടിയെത്തി, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദക രാധമ സ്തബ്ധം അച്ഛാസനോദ്ധൂതം
നേക്ഷ്യേ ത്വാദ്യമക്ഷയം, നിന്നെ ആ യമപുരിയിലേക്ക് ഞാൻ പറഞ്ഞയക്കും. നിനക്ക് എവിടുന്ന് കിട്ടി? കാരണം ഈ ലോകത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എന്നെ ധിക്കരിക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടി ഈ ബലം എന്ന് ഹിരണ്യകശിപു ഇങ്ങനെ ചോദിക്കുന്നു. അത് കേട്ടപ്പോ കേവലം മേ ഭവതശ്ചരാജ്, അത് എന്റെ മാത്രം ബലമല്ല അച്ഛാ ചക്രവർത്തി, അത് ലോകത്തിന്റെ മുഴുവൻ ബലമാണ്. അച്ഛന്റെ ബലവും ഈ ലോകത്തിലെ ബലശാലികളുടെ മുഴുവൻ ബലവും ആ ഭഗവാന്റെ കാരുണ്യമാണ്. ബ്രഹ്മരുദ്രാതിദേവന്മാര് അങ്ങ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടിയെങ്കിൽ ആ ബ്രഹ്മാവിനെ വരം തരാനുള്ള ബലമായി നിന്നതും ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഈശ്വരനെന്നും കാലമെന്നും രുക്രമനെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജഹ്യാസുരം ഭാവമിമം, ഈ ആസുരീയമായ ഭാവത്തെ അച്ഛൻ ഉപേക്ഷിക്കും. അച്ഛൻ ജയിക്കാൻ സാധിക്കാത്ത ഉള്ളിലെ 6 ശത്രുക്കളുണ്ട്, ഷഡ്രിപുക്കൾ. ആ മതമാത്സര്യാദികളാകുന്ന ക്രോധങ്ങളാകുന്ന നിരവധിയായ ആ ശത്രുക്കളെ ജയിക്കാൻ അച്ഛൻ എന്തു ചെയ്യണം? ഉരുട്ടിവഴിച്ച കണ്ണുകൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് അതുമെല്ലാം അടയ്ക്കുക, അകക്കണ്ണിങ്ങനെ തുറക്കുക. ആ ഹൃദയ പീഠികയിൽ അച്ഛൻ്റെ ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ആ ചൈതന്യ സ്വരൂപനെ അച്ഛന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. എങ്കിൽ ആ ബലം എവിടെ? ഹിരണ്യകശിപുവിന്റെ ചോദ്യം കേട്ട് യാതൊരു കുലുക്കവുമില്ലാതെ പ്രഹ്ലാദൻ സധൈര്യം പറഞ്ഞു, എല്ലായിടത്തും ആ ഭഗവാനുണ്ട്. അച്ഛനിലും ഇവിടെ കൂടിയ സകല ചരാചരങ്ങളിലും ആ ഭഗവാൻ മാത്രമാണ്, ആ ഭഗവാനെ മാത്രമാണ് ഞാൻ കാണുന്നത്. കസ്മാൽ സ്തംഭേന ദൃശ്യതേ, എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്നായി അടുത്ത ചോദ്യം. അതിങ്ങനെ കേട്ടപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യതേ, ഞാൻ കാണുന്നുണ്ട്, ഈ തൂണിലും ഞാൻ ആ ഭഗവാനെ കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഏവം ദുരുക്തൈർമുഹുരർദയൻരുഷ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസനാൽ സ്തംഭം തഥാദാദിബലസ്വഷ്ടിന തദൈവ തസ്മിന്നിനതോതി ഭീഷണോ ബഭൂവയേനാണ്ടകടാഹമസ്ഫുടൽ യം വൈ സുധിഷ്ണ്യോപഗതം ത്വജാതയാ ശ്രുത്വാ സ്വധാമാപ്യേമംഗമേനിരേ സവിക്രമൻ പുത്രവധേത്സുരോജസാ നിശമ്യ നിർഹ്ലാദമപൂർവമദ്ഭുതം അന്തഃസഭായാം നദദർശ തത്പദം വിതത്ര സൂര്യേന സുരാരിയൂഥപ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന ഹരേ അന്തഃസഭായാം ന ദദർശ ഹരേ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ
ഗോവിന്ദ. ഞെട്ടിത്തെറിച്ചു ഭുവനം സമസ്തം, പൊട്ടിപ്പിളർന്നു ഇടിയേറ്റ തൂണും, വെട്ടാനണഞ്ഞു അസുരേന്ദ്രനപ്പോൾ പെട്ടെന്നലറി നരസിംഹമൂർത്തി. എട്ടുണ്ടു കൈകൾ അതിഘോര രൂപം, പൊട്ടിത്തകർന്നു ദിതിപുത്രഹൃത്തം, വെട്ടിത്തിളങ്ങുന്നൊരു വാളുമായി തട്ടിത്തടഞ്ഞെത്തി ഹിരണ്യനപ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. 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 ഹരഹരി രൂപമെടുത്തു ഭഗവാൻ തൂണു പിളർന്നൊരു നേരത്തിൽ, അണ്ടകടാഹം വെട്ടിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ. അസുരേന്ദ്രൻ തൻ മുന്നിൽ ഹരിയോ അട്ടഹസിച്ചിട്ടലറുമ്പോൾ, അസുരൻ തന്നുടെ ഹൃത്തിൽ ഭയവും കേറി. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. അഗ്നിയിട്ടു പഠിപ്പിച്ചതുപോൽ സ്വർണ്ണ സമാനം കണ്ണുകൾ, കേസരജാലത്തിനുട മധ്യേ ഇട്ടുവളഞ്ഞൊരു ചക്രകളും, വാളിന്തല പോൽ നീണ്ടു കിടക്കും അരുണാഭത്തിന്തവനാവും, പർവ്വത ഗുഹ പോൽ വലുതായുള്ളൊരു വായു നാസിക എന്നിവയും. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. അതുകൾ വരെയും വ്യാപിച്ചുള്ളൊരു ഭയമുണ്ടാക്കും പോർവായും, ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം, ചന്ദ്രിക പോലെ വെളുവിളമിന്നും ദേഹം മുഴുവൻ രോമങ്ങൾ, കുശമ മധ്യം കുടിയേറുന്നതം അത്ഭുതമാകാരം. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. നിരവധി കൈകൾ നിരവധി കൈകൾ അവയിൽ ചിലത് ആയുധസമം നഖജാലം, ശംഖം ചക്രം ഗദയും പാശം ഭദ്രാദികളും താമരയും. നിരവധി കൈകൾ അവയിൽ ചിലതിൽ ആയുധസമം നഖജാലം, ശംഖം ചക്രം ഗദയും പാശം ഭദ്രാദികളും താമരയും. ബ്രഹ്മമഹേശ്വര ദേവാദികളും വാഴ്ത്തി ശ്രീഹരി ബ്രഹ്മത്തെ, കോപം കൊണ്ടുവിറച്ചൊരു ഹരിതൻ പാദം തേടി നട്ടാദൻ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ഹരി രൂപമെടുത്തു ഭഗവാൻ തൂണു പിളർന്നൊരു നേരത്തിൽ, അണ്ടകടാഹം വെട്ടിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ. അസുരേന്ദ്രൻ തൻ മുന്നിൽ ഹരിയോ അട്ടഹസിച്ചിട്ടലറുമ്പോൾ, അസ്ഥികൾ വഴി അസുരേന്ദ്രനുടെ ഹൃത്തിൽ ഭയവും കേറി. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. അഗ്നിയിട്ട് പഠിപ്പിച്ചതുപോലെ സ്വർണ്ണ സമാനം കണ്ടുകളും, കേസരജാലത്തിനുടെ മധ്യേ നീണ്ടു വളർന്നൊരു ചക്രകളും, വാളിന്തല പോൽ നീണ്ടു കിടക്കും അരുണാചലത്തിന്തവനാവും, പർവ്വത ഗുഹ പോൽ വലുതായുള്ളൊരു വായു നാസിക എന്നിവയും. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. അതുകൾ വരെയും വ്യാപിച്ചുള്ളൊരു ഭയമുണ്ടാക്കും കുറവായി, ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം, ചന്ദ്രിക പോലെ വെളുവിളമിന്നും ദേഹം മുഴുവൻ രോമങ്ങൾ, കുശമാമധ്യം തൊഴിയേറുന്നതും കണ്ഠം അത്ഭുതമാകാരം. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. നിരവധി കൈകൾ അവയിൽ ചിലതിൽ ആയുധസമം നഖജാലം, ശംഖം ചക്രം ഗദയും പാശം ഭദ്രാദികളും താമരയും. ബ്രഹ്മമഹേശ്വര ദേവാദികളും വാഴ്ത്തി ശ്രീഹരി ബ്രഹ്മത്തെ, കോപം കൊണ്ട് വിറച്ചൊരു ഹരിതൻ പാദം തേടി നട്ടാദൻ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. 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 ഹിരണ്യകശിപുവിനുടെ മുന്നിൽ കൂടെ പിളർന്നെത്തി, ഹരിയുടെ ഗർജനം കേട്ടുകണ്ടു ഈ സ്വർലോകം പോലും. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ബ്രഹ്മനിവാദികൾ ആകാശത്തിൽ വന്നു നിരന്നല്ലോ, ബ്രഹ്മചന്ദ്രൻ രൂപം കാണാൻ അത്ഭുതഭാവത്തിൽ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. സൂര്യസമാനം കണ്ടു കണ്ടിട്ടും പിന്നീടുണ്ടല്ലോ, കോപം കൊണ്ട് വിറച്ചിടുന്നു ഹരിയുടെ ദീപങ്ങൾ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ. പ്രഹ്ലാദപ്രിയനാകിയ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, അണ്ടകടാഹം
പ്രഹ്ലാദപ്രിയനാകിയ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അണ്ടകടാഹം ഞെട്ടിവിറച്ചു. അട്ടഹസിച്ചപ്പോൾ കരാളദംഷ്ടം കരവാളചഞ്ചലം ക്ഷുരാന്തജിഹ്വ ഭൃഗുടീ മുഖോദ്ഗണം സ്തബ്ധോത്ഥകർണം ഗിരികന്ധരദ്ഭുതവ്യാത്താസ്യനാസം ഹനുഭേദഭീഷണം ദിവിസ്പൃശൽക്കായം അദീർഘവീവരഗ്രീവോരു അക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശുഗൗരേക്ഷുരിതം തനൂരുഹേ വിഷഭുജാനീകശതം നഖായുധം. ഭഗവാന്റെ അതിഭയങ്കരമായ ഇതുപോലൊരു രൂപം കണ്ടിട്ടേയില്ല ലോകം എന്നാണ്. ആ ഭഗവാൻ തൂണ് പിളർന്നിങ്ങോട്ട് വന്നപ്പോ അണ്ടകടാഹം മുഴുവൻ ഞെട്ടിവിറച്ചു. അസുരേന്ദ്രന്റെ മുമ്പിൽ ഭഗവാൻ അട്ടഹസിക്കുമ്പോ പർവ്വതങ്ങൾ ഇളകി, സമുദ്രത്തിലെ തിരമാലകൾ ഉയർന്നു പൊങ്ങി, അഗ്നിയിലിട്ട് പഴുപ്പിച്ചതുപോലെ സ്വർണ്ണനിറത്തിലുള്ള കണ്ണുകൾ, കേസരജാലത്തിന്റെ മധ്യേ നീണ്ടു വളഞ്ഞ ദംഷ്ട്രകള്, വാളിന്റെ തല പോലെ നീണ്ടുകിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള നാവ്, പർവ്വത ഗുഹ പോലെ വലുതായുള്ള വായും നാസികയും, കാതുവരെ വ്യാപിച്ചു നിൽക്കുന്ന കോർവായ, ആകാശം സ്പർശിക്കുന്ന ഭഗവാന്റെ ആകാരം, ചന്ദ്രിക പോലെ വെളുവെളെ, ദേഹം മുഴുവൻ രോമങ്ങൾ, കൃശമായ മദ്യം, തടിച്ച കഴുത്ത്, അത്ഭുതം 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 അത്യത്ഭുതം, നിരവധി കൈകൾ, ശംഖ ചക്രം ഗദ പാശം വജ്രം താമര എന്നീ ആയുധങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു. നീട്ടി വളർത്തിയ നഖങ്ങൾ കൈകളില്. എന്തിനാ? സത്യം വിധാതും നിജഭൃത്യഭാഷിതം. അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ സകല ആളുകളും ഞെട്ടിവിറയ്ക്കാതെ രണ്ടേ പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണ് ഒട്ടും ഞെട്ടാതെ നിന്നത്. കാരണം ആ കത്തിജ്വലിക്കുന്ന അഗ്നിയിലിട്ട് പഴുപ്പിച്ചതുപോലുള്ള ആ സ്വർണസമാനമായ കണ്ണുകൾക്കുള്ളിൽ കാരുണ്യാകുലനേത്രം, അത് പ്രഹ്ലാദന് കാണാൻ സാധിച്ചു. ഹിരണ്യകശിപു ആദ്യം ഞെട്ടി, പിന്നീട് യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. വാളും വീശി അണഞ്ഞോരസുരനെ വാരിയെടുത്തു നീ. ഭഗവാൻ ഇവിടെ പിടികൂടി ഹിരണ്യകശിപുവിനെ. അങ്ങനെ പിടക്കണുണ്ട് ഹിരണ്യകശിപു. ഭഗവാൻ വിട്ടുകൊടുത്തില്ല. ആദ്യം കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു, പിന്നെ അവനിങ്ങനെ കൊടഞ്ഞപ്പോ ഒന്ന് വിട്ടുകൊടുത്തു. ഹിരണ്യകശിപു വിചാരിച്ചു തന്റെ ശക്തി കൊണ്ടാണ് എന്ന്. പക്ഷെ ഭഗവാന്റെ ഭക്തവാത്സല്യാണ് അവിടെ കണ്ടത്. കുറച്ചു നേരം. എന്തിനാ? ബ്രഹ്മാവ് പറഞ്ഞ വാക്കിനെ സത്യമാക്കാൻ. സന്ധ്യാസമയമാവണം. പകല് പാടില്ല, രാത്രി പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല. ഇങ്ങനെ നിരവധി വരങ്ങൾ നേടിയിട്ടുണ്ട്. എല്ലാം കൃത്യമായി വേണം ഭഗവാൻ തീർച്ചപ്പെടുത്തി. പിന്നെ താൻ പറഞ്ഞ സത്യം പ്രഹ്ലാദനെ എപ്പോഴാണോ ദ്രോഹിക്കുന്നത് അപ്പോ. പിന്നെ കശ്യപൻ പറഞ്ഞ സത്യം തന്നെയുമല്ല, ഈ ഹിരണ്യകശിപു പറഞ്ഞൊരു സത്യം കൂടിയുണ്ട്. അതെന്താ? രുധിരപ്രിയം തർപ്പയിഷ്യേ എന്നേ പറഞ്ഞുള്ളൂ. രുധിരപ്രിയന് ഞാൻ തർപ്പണം ചെയ്യും. എന്ത് തർപ്പണം ചെയ്യും? മക്ഷൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേണ വൈ എന്ന് പറഞ്ഞുവെങ്കിലും രുധിരപ്രിയനായിട്ടാണ് ഭഗവാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹിരണ്യകശിപുവിന്റെ ആ ഹൃദയരക്തത്തെ സ്വീകരിക്കാൻ ഭഗവാൻ ഇതാ വന്നു കഴിഞ്ഞു. ആ നീട്ടി വളർത്തിയ നഖങ്ങൾ, ആ നഖങ്ങൾ ഗരുഡൻ പാമ്പിനെ ഇങ്ങനെ പിടിക്കുന്നത് പോലെ ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു എന്നാണ്. വലിച്ചഴച്ചു. കുറച്ചു നേരം യുദ്ധം, ആ രണക്രീഡ അവിടെ ഉണ്ടായി എന്നാണ്. സുഗരമൂർത്തിയായിട്ട് അവതരിച്ചപ്പോ സന്ധ്യാവണോ ഭഗവാനെ, വേഗം ഇവനെ കൊല്ലണേ എന്ന് പറഞ്ഞ ബ്രഹ്മാവിനെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. ആ ഭാഗത്ത് ആരുമില്ല. ബ്രഹ്മരുദ്രാദി ദേവന്മാർ പോലും മാറി നിൽക്കുകയാണ്. പ്രഹ്ലാദൻ മാത്രം ഉണ്ട് അവിടെ. കൈകൾ കൂപ്പിക്കൊണ്ട് ആ ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഉണ്ണിയെ ഭഗവാൻ നോക്കാതെ നോക്കി. നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ ഈ അഭിനയമൊക്കെ പൊളിയും. കാരണം ഈ അഗ്നി പോലെ ജ്വലിക്കുന്ന കണ്ണുകളിൽ നിന്ന് കാരുണ്യത്തിന്റെ കണ്ണീരൊഴുകാൻ അത്രയും സമയം വേണ്ടു ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ. ഏതായാലും ക്രോധാവേശിതൻ എന്നതുപോലെ ആടിത്തിമർത്ത ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ പിടിച്ചു. സന്ധ്യാസമയമായി എന്ന് മനസ്സിലായപ്പോ വലിച്ചഴച്ചിട്ട് കൊണ്ടുവന്നു. സിംഹാസനം തട്ടി ദൂരേക്ക് എറിഞ്ഞു. ഔമറപ്പടിയിൽ അങ്ങോട്ട് കയറിയിരുന്നു. അകത്തല്ല, പുറത്തല്ല, ആകാശത്തല്ല, ഭൂമിയിലല്ല, തന്റെ മടിയിൽ ഹിരണ്യകശിപുവിനെ കിടത്താൻ തീരുമാനിച്ചു. ഇതുപോലൊരു ഭാഗ്യം ഭാഗവതം പറയുന്നു മറ്റൊരാൾക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് ഹിരണ്യകശിപുവിന് ലഭിച്ചത്. ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട്. മൃതിയിൽ ഭഗവത് സ്മൃതി എന്നാണ്. ഇവിടെ മൃതിയിൽ ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട് മരണം എന്നുള്ള വലിയൊരു ഭാഗ്യം ഹിരണ്യകശിപുവിന് മാത്രം ഭഗവാൻ കൊടുത്തു. മടിയിൽ ഇങ്ങനെ കിടത്തി. പിടയ്ക്കുന്ന കൈകാലുകൾ
ഭഗവാൻ തന്റെ തൃക്കരങ്ങളെ കൊണ്ട് ഒന്നങ്ങട് അമർത്തിയതോടുകൂടി അതിന്റെ ചലനം നിന്നു. പിന്നെ ചലിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് ആ ഹൃദയത്തിന്റെ ആ സ്പന്ദനം ഭഗവാൻ ഇങ്ങനെ മനസ്സിലാക്കി. ആ ഹൃദയ സ്പന്ദനത്തെ ഇല്ലാതെയാക്കി ഇവന്റെ ആ ഹൃദയ പത്മത്തെ തന്റെ മുഖപത്മത്തോട് ചേർത്ത് വെക്കണമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. ഒന്നങ്ങട് അലറിയതോടുകൂടി അടുത്തേക്ക് വന്ന ബ്രഹ്മരുദ്രാദി ദേവന്മാർ വീണ്ടും പുറകോട്ട് പോയി. കഴിഞ്ഞിട്ടില്ല ഭഗവാന്റെ രൗദ്രം എന്ന് മനസ്സിലായി. എന്നിട്ടോ എല്ലാവരും ഒന്നിങ്ങനെ നോക്കി. പ്രഹ്ലാദായ യഥാദൃഹ്യേ ഹരിഷ്യേപി വരോർജിതം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാൻ ആ ഹിരണ്യകശിപുവിന്റെ മാറിലേക്ക് തന്റെ കൂർത്തുമൂർത്ത നഖങ്ങളെ കുത്തിയങ്ങടെ ഇറക്കി ഒരു കീറങ്ങട് കയറി. അതിൽ നിന്ന് ചുട്ടുചോര മുകളിലേക്ക് ഉയർന്നു വന്നു. പായമുദയോ ബഹുജകൾ സംഹാരവാൻ നഖാങ്കുലോത്പാടിത ഹിംസരോരുഹം. നഖങ്ങളെ കൊണ്ട് ആ ഹൃദയപത്മത്തെ ഭഗവാൻ വലിച്ചുകൊണ്ടെടുത്തു. ചോര, അത് ചുട്ടുചോര ഇങ്ങനെ വന്നപ്പോ അതിങ്ങനെ ധാരാളമായിട്ട് കുടിച്ചു. വജ്രസംഹനനോ യുവ, പ്രായം കുറച്ചായെങ്കിലും ഇപ്പോഴും യൗവനം നിലനിർത്തിയിരിക്കുന്ന ആളാണ് ഹിരണ്യകശിപു. അതുകൊണ്ട് ആ യൗവനത്തിന്റെ ചുട്ടുചോര ആവേശപൂർവ്വം കുട്ടിച്ച് ആ കുടൽമാല എടുത്ത് കഴുത്തിലുണ്ട്. അത് കഴിഞ്ഞ് ആ ജഡമായ ശവമായ വസ്തുവിനെ ദൂരേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അവനെ ശിവപദത്തിലേക്ക് ഭഗവാൻ എത്തിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ കൈകൊണ്ട് മരണം എന്നുള്ളത് സാധിച്ചിരിക്കുന്നു. എന്നിട്ടോ എന്നിങ്ങനെ നോക്കി. യുദ്ധത്തിന് വന്ന സകല ആളുകളെയും ഭഗവാൻ അവിടുന്ന് ഓടിച്ചു വിട്ടു. ചിലർക്ക് ഒരലർച്ച മതി, ചിലർക്ക് ആഞ്ഞൊരടി, അത്രയൊക്കെ വേണ്ടി വന്നുള്ളൂ. ആളുകൾ അസുരപ്പട മുഴുവൻ തോറ്റോടിയപ്പോ ഇനി എന്താണ് വഴി? ബ്രഹ്മാവ് പതുക്കെ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഭഗവാന്റെ ക്രോധം കുറഞ്ഞിട്ടില്ല. ബ്രഹ്മാവ് സ്തുതിച്ചു. നതോസ്മ്യനന്ദായ ദുരന്ത ശക്തയേ വിചിത്രവീര്യായ പവിത്രകർമ്മണി വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണൈശ്വലീലയാ സന്ദധതേ അവ്യയാത്മനി. ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ആ ചോര കൊണ്ട് തന്റെ അതിമനോഹരമായ തൂവെള്ള നിറത്തിലുള്ള ഭഗവാന്റെ ആ കേസരങ്ങൾക്കിടയിലൂടെ ആ രക്തബിന്ദുക്കൾ മനോഹരമായിട്ടുള്ള ആ ചെമ്പരത്തി പൂമാല അണിഞ്ഞതുപോലെ ആ രക്തബിന്ദുക്കൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബ്രഹ്മാവ് ഒരൊറ്റ ശ്ലോകം ഭഗവാൻ ഒന്നങ്ങനെ നോക്കി, ഒന്ന് അലറി. ബ്രഹ്മാവ് വേഗം മാറി. പിന്നീട് രുദ്രനാണ് വന്നത്. കോപകാലോ യുഗാന്തത്തെ ഹതോയമസുരോൽപക തത്സുതം ബാഹ്യുപസൃതം ഭക്തം തേ ഭക്തവത്സല. ഭക്തവത്സല എന്ന് വിളിച്ചപ്പോ ഭഗവാൻ നിർത്താറായോ എന്ന് വിചാരിച്ചു. എന്നില്ല, ഒന്നുകൂടി ക്രോധം അഭിനയിക്കുക തന്നെ. ഭക്തവത്സല എന്ന് വിളിച്ചാൽ എല്ലാം മറക്കുന്ന ആളാണ്. മഹാദേവൻ നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഭക്തവത്സല എന്ന് വിളിച്ചത്. ഫലം ഉണ്ടായില്ല. ദേവേന്ദ്രൻ വന്നു. പ്രത്യാനീതാ പരമഭവത ത്രായദാന സ്വഭാഗാദൈത്യാക്രാന്തം ഹൃദയകമലം ത്വദ്ഗൃഹം പ്രത്യബോധി കാലഗ്രസ്തം കേതിതമഹോ നാഥ ശുശ്രൂഷതാം തേ മുക്തിസ്തേഷാം നഹി ബഹുമത നാരസിംഹാവരേക്കും. ദേവേന്ദ്ര മതി എന്നാണ് ഒരു നോട്ടത്തിന്റെ ആ പൊരുൾ. ദേവേന്ദ്രന് മനസ്സിലായില്ല. ഒന്നങ്ങടെ അലറി ദേവേന്ദ്രന് ഓടിപ്പോയി. പിന്നെയുള്ള ആളുകൾക്കൊന്നും ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. ഋഷികള്, പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങള്, മനുക്കള്, പ്രജാപതിമാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, കിംപുരുഷന്മാര്, വൈതാളികന്മാര്, കിന്നരന്മാര്, വിഷ്ണു പാർഷദന്മാര്. അവരിൽ ഒരാളാണ് ഇപ്പതാ മറ്റൊരു വേഷം കെട്ടി ഇപ്പോ ആ വേഷം അഴിച്ചു വെച്ച് പോയേക്കണത്. ലോക നാടകവേദിയിൽ ഭഗവാൻ പല പല ലീലകളാടുന്നു. അതിലൊരു നാടകം ഇവിടെ പൂർത്തിയാവുകയാണ്. ശുഭപര്യവസായിയായി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥ. അതാണ് പ്രഹ്ലാദ ചരിത്രം. അപ്പൊ പ്രഹ്ലാദൻ വരണ്ടേ അവസാനത്തിൽ. അതിനു മുമ്പേ ബ്രഹ്മാവ് ശ്രീഭഗവതിയെ വിളിച്ചു കൊണ്ടുവന്നു. പക്ഷെ ശ്രീഭഗവതി നോക്കിയപ്പോ അദൃഷ്ടാശ്രുതപൂർവത്വാൽ സാക്ഷാൽ ശ്രീ പ്രേഷിത ദേവിയെ കൊണ്ടുവന്നു. പക്ഷേ ഇതുപോലെ ഒരു അത്ഭുതകരമായിട്ടുള്ള രൂപം കണ്ടിട്ടില്ല. ലക്ഷ്മിയോ ഒന്നിങ്ങനെ നോക്കി. ലക്ഷ്മി പറഞ്ഞു, ഞാൻ വരുന്നില്ല. ബ്രഹ്മാവ് ചോദിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ ക്രോധാവേശിതനായിട്ടിരിക്കുകയാണ്. വേഷം കെട്ടാണെന്നുള്ളതൊക്കെ മറന്നു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യുക? അതിനൊരു വഴിയുണ്ട്. അത് ശ്രീഭഗവതിക്ക് നല്ലോണം അറിയാം.
എന്താ വഴി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പ്രഹ്ലാദനെ പറഞ്ഞയക്കൂ, അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ബ്രഹ്മാവ് ചെന്നു, ആ പ്രഹ്ലാദനെ പ്രേഷയാമാസ. ബ്രഹ്മാവ് ചെന്ന് പ്രഹ്ലാദനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഉണ്ണിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു പ്രഹ്ലാദനോട്. ഉണ്ണി പറഞ്ഞു, എന്തിനാ പേടിക്കണത്, ആരെയാ പേടിക്കണത്? ഈ നരസിംഹമൂർത്തിയെ പേടിയില്ലേ ഉണ്ണിക്ക്? എനിക്കൊരു പേടിയില്ല. ബ്രഹ്മാവ് നോക്കൂ, ആ കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞു. പ്രഹ്ലാദനെ തൊട്ട് നോക്കിയപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി, കാരുണ്യാകുല നേത്രം. എന്നാ പ്രഹ്ലാദൻ പോവോ ഭഗവാന്റെ അടുത്തേക്ക്? പ്രഹ്ലാദൻ പറഞ്ഞു, ഓ ഞാൻ പോവാം. സിംഹത്തിന്റെ അടുത്തേക്ക് പോകാൻ സിംഹക്കുട്ടികൾക്ക് പേടിയുണ്ടാവില്ല അല്ലേ? ആനയുടെ അടുത്തേക്ക് പോകാൻ സാധാരണ ആളുകൾക്ക് പേടിയുണ്ടാവും. ആനക്കുട്ടിക്ക് എന്തെങ്കിലും പേടിയില്ല? ഒരു പേടിയില്ല. ഇതേപോലെ ഭഗവാന്റെ സ്വന്തം ഗോവിന്ദ പരിരംഭിതനായിരിക്കുന്ന പ്രഹ്ലാദന് ലവലേശം പേടിയുണ്ടായില്ല. പേടിയില്ല, ഇത് ഭയസ്വരൂപമല്ല, അഭയസ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രഹ്ലാദൻ ചെന്ന് കാക്കലങ്ങ് വീണങ്ങനെ നമസ്കരിച്ചു. തന്റെ കണ്ണീരുകൊണ്ട്, ഹർഷാശ്രു ബിന്ദുക്കളെ കൊണ്ട് ആ ഹരിയുടെ നരഹരിയുടെ പാദങ്ങളെ കഴുകിയപ്പോ ഭഗവാൻ പെട്ടെന്ന് ആ ക്രോധാവേശത്തിൽ നിന്ന് താഴേക്കൊന്ന് ഇങ്ങനെ നോക്കി. അവരൊറ്റ നോട്ടം മതി. കാലിൽ പതിച്ച കണ്ണീർ തുള്ളികൾ ഭഗവാന്റെ രോഷാഗ്നിയിൽ, രോഷത്തിന്റെ ആ സൂര്യതാപത്തിൽ ഉയർന്ന് നീരാവിയായി ആ ഭഗവാന്റെ കണ്ണിലൂടെ കാരുണ്യത്തിന്റെ വർഷമായി പ്രഹ്ലാദന്റെ ശിരസിൽ തന്നെ വന്ന് പതിച്ചു. പ്രഹ്ലാദൻ അഭൗമമായ അലൗകികമായ ആനന്ദ അനുഭൂതിയിൽ എല്ലാം മറന്നു നിൽക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. മൃഗജ്യേഷ്ഠ അനുകരിച്ചും കൊണ്ട് ആ ഉണ്ണിയെ നക്കി തോർത്തി. ഉണ്ണി പേടിച്ചോ എന്ന് ചോദിച്ചു ചെവിയില്. ഉണ്ണി പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടേ ഇല്ല. അപ്പൊ ഉണ്ണിക്ക് ഞാൻ എന്താ വരം തരേണ്ടത്? ഉണ്ണി ഭഗവാന്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പ്രാർത്ഥിച്ചു. ബ്രഹ്മാദയസുരഗണ മുനയോധ സിദ്ധ സത്വൈകദാനമതയോ വചസാം പ്രവാഹി നാരാധിതും ഗുരുഗുണൈരധുനാപി വിപ്രോ കിം തോട്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ഭഗവാനെ, അവിടുത്തെ ഞാൻ എങ്ങനെയാ സ്തുതിക്കേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം സത്വഗുണപ്രധാനികളായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാർ വന്ന് സ്തുതിച്ചിട്ട് അവിടുന്ന് സന്തോഷിച്ചില്ലെങ്കിൽ ഈ ഉഗ്രജാതിയിൽപ്പെട്ട, ഈ അസുരജാതിയിൽപ്പെട്ട ഞാൻ എങ്ങനെയാണ് അവിടുത്തെ സ്തുതിച്ച് സന്തോഷിപ്പിക്കുക? പക്ഷേ എനിക്കൊന്നറിയാം, ഇതൊന്നുമില്ലാത്ത അർത്ഥം, കുലം, തപസ്, സൗന്ദര്യം, ജ്ഞാനം ഒന്നും അവിടുത്തെ പൂജയ്ക്ക് കാരണമല്ല. ഇതൊന്നുമില്ലാത്ത ഗജേന്ദ്രൻ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഓടി വന്ന് ആ കരിയെ രക്ഷിച്ച് ഹരിയാക്കി മാറ്റിയ കാരുണ്യല്ലേ അവിടുന്ന്. ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠം ഭക്തി നിറഞ്ഞ ചണ്ടാളനാണ് എന്ന് അടിയൻ മനസ്സിലാക്കുന്നു. അവിടുന്ന് ആരാധനകളെ സ്വീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പ്രതിബിംബം തന്നിൽ പൂജിക്കില്ല, എല്ലാവരും ബിംബത്തിൽ പൂജിക്കും. അപ്പോ പ്രതിബിംബത്തിൽ അതിന്റെ അനുഭവം ഉണ്ടാവും. അവിടുത്തെ പൂജിച്ചാൽ എല്ലാ അനുഭവങ്ങളും നമുക്ക് കിട്ടും. അപ്പോ അടിയനും അവിടുത്തെ ലീല പാടും. അങ്ങനെ ലീലകൾ പാടി 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 അടിയന് ശുദ്ധനാവും. ലോകത്തിൽ ആ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് പല വേഷങ്ങൾ കെട്ടുന്നു. ഇനി കോപം വെടിയേണ്ട സമയമായി. ദൈത്യം മരിച്ചു കഴിഞ്ഞു. ഈ ഭീകരരൂപം എന്ന് എല്ലാവരും പറയുന്നതിന് എനിക്ക് പേടിയില്ല. പക്ഷേ ഭീകര സംസാരത്തിൽ ഭീതനാണ് ഞാൻ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ അനുഗ്രഹിക്കണേ. ശോകാഗ്നിയിൽ ഞാൻ വെന്ത് തളരുമ്പോൾ ശോകപ്രിയനായിരിക്കുന്ന അവിടുന്ന് കാരുണ്യത്തിന്റെ ആ താരുണ്യം പകർന്ന് അടിയനെ അനുഗ്രഹിക്കണേ. മക്കൾക്ക് മാതാപിതാക്കളാണ് രക്ഷ എന്ന് പറയും. രോഗിക്ക് മരുന്നാണ് രക്ഷ എന്ന് പറയും. വെള്ളത്തിൽ പോകുന്നവന് കപ്പലാണ് അല്ലെങ്കിൽ തോണിയാണ് രക്ഷ എന്ന് പറയും. പക്ഷേ അതൊക്കെ രക്ഷയാവുന്നത് എപ്പോഴാണ്? അവിടുന്ന് രക്ഷിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം. അച്ഛൻ്റെ പുരികക്കൊടിയുടെ ചെറുചലനം കൊണ്ട് എല്ലാ ഭോഗങ്ങളും ഇല്ലാതായത് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഐശ്വര്യം ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എനിക്ക് വലിയൊരു ഭാഗ്യം അവിടുന്ന് തന്നില്ലേ? അവിടുത്തെ തൃക്കൈകൾ എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ? ബ്രഹ്മാവിനും രുദ്രനും എന്തിനെ ലക്ഷ്മിക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യം. ലോകേശാ നീ എനിക്ക് നിൻ കൈകളെ എൻ ശിരസിങ്കലായി ചേർത്തു വച്ചു. ബ്രഹ്മാവ് പോലും തിരഞ്ഞു ഏറെ കാലം ബ്രഹ്മേശ ഭക്തിയാൽ കണ്ടു. പിന്നെ ഭക്തർക്ക
വേഷങ്ങൾ കെട്ടിയേറെ ഭവാൻ ഭക്തപാദത്തിലും വന്ദിപ്പു ഞാൻ നിന്നെ അറിയുവാൻ ഭക്തിയോഗം പോലെ മഞ്ഞിതിൽ മറ്റൊരു ഉപായമില്ല നിഷ്കാമ ഭക്തിക്കാൽ മോഹിക്കുമെന്നെ നീ നിർമ്മലമൂർത്തെ സംരക്ഷിക്കണേ നരഹരി പാദത്തിൽ വീഴുന്നൊരെന്നിൽ നീ വരമാരി ചേർക്കണേ ഭക്തമെന്തോ പല ജാതി പാപങ്ങൾ വന്നു ചേരാതെന്നെ വനമാലി നീ തന്നെ രക്ഷിക്കണേ വനമാലി നീ തന്നെ രക്ഷിക്കണേ നരഹരേ നീ തന്നെ രക്ഷിക്കണേ നരഹരേ നീ തന്നെ രക്ഷിക്കണേ എന്നും നരഹരേ നീ തന്നെ രക്ഷിക്കണേ. ഭഗവാൻ ആ ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ചു. അന്നേരം നീയാകും പ്രഹ്ലാദ ബാലകനോ ചെമ്മേ നടന്നു ചെന്നു കൈകൂപ്പി മുന്നിൽ നിന്നു ഉണ്ണിയെ കണ്ട നേരം തീപാറും കണ്ണിൽ നിന്നും ആനന്ദ ബാഷ്പമൂറി ഉണ്ണിയെ ചേർത്തു നിർത്തി. ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊടുക്കുക. എന്തെങ്കിലും വരം ചോദിക്കും ഉണ്ണി. പറഞ്ഞു ഒരു വരവും വേണ്ട, നമ്മൾ തമ്മിലുള്ള ബന്ധം കേവലം കച്ചവട ബന്ധമായി മാറാതിരിക്കാൻ അവിടുത്തെ പാദങ്ങളിൽ എന്നും ഭക്തി വേണം, വേറൊന്നും എനിക്ക് വേണ്ട. എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അച്ഛനാൽ ഈ പാപഭംഗിരമായ കുലത്തെ അനുഗ്രഹിക്കണം. പറഞ്ഞു നിന്നെ പോലൊരു ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജന്മം മാത്രമല്ല, നിന്റെ ഈ ജന്മം മാത്രമല്ല, 21 തലമുറ മുമ്പും പിമ്പും ശുദ്ധമായിട്ട് തീരും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ശുക്രാചാര്യോട് പ്രഹ്ലാദന്റെ ചക്രവർത്തി പദത്തിലേക്കുള്ള ആ ആരോഹണം പട്ടാഭിഷേകം നടത്താൻ നിർദ്ദേശിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങ് എന്നോട് ചോദിച്ചിട്ടാണ് വരങ്ങൾ കൊടുത്തത്, എങ്കിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ വരം കൊടുക്കുമ്പോൾ അത് സത്യത്തിൽ പാമ്പിന് അമൃത് കൊടുക്കുന്നത് പോലെയാണ്. ഇനി അങ്ങ് എന്ത് വരം കൊടുത്താലും അനുഷ്യേപി വരോർജിതം, ഞാൻ തീർച്ചയായും അവനെ ഇല്ലാതെയാക്കുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. അവിടെ നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞു, ധർമ്മപുത്രരെ ഈ ഭഗവാൻ നിങ്ങളുടെ കൂട്ടുകാരനായി, നിങ്ങളുടെ വീട്ടുകാരനായി, നിങ്ങളുടെ ദൂതനായി, നിങ്ങളുടെ സൂതനായി, നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ പരിചാരകനായി പോലും ആ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ഗൃഹത്തിലും ഓടി നടക്കണമെങ്കിൽ ഇതിൽ പരം ഭാഗ്യം ലോകത്തില് ആർക്കാണുള്ളത്? ഇത്രയും ഭാഗ്യം വേറെ ആർക്കുമില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. യൂയം ലോകേവത ഭൂരിഭാഗ ലോകം പുനാനാം നിയോഭിയന്തി യേഷാം ഗൃഹാനാവസതീതി സാക്ഷാൽ ഗൂഢം പരം ബ്രഹ്മമനുഷ്യലിംഗം സവാ അയം ബ്രഹ്മമഹദ്യമൃഗ്യ കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃത് വഖലു മാലുതുലേയ ആത്മാർഹണീയോ വിധികൃൽ ഗുരുശ്ച നയസ്യ സാക്ഷാൽ ഭവപത്മജാതിഭിരൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്തിയോപശമേന പൂജിത പ്രസീതതാമേഷ സാത്വതാംബതി എന്ന് പറഞ്ഞ് നാരദ മഹർഷി ആ രംഗം അവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്കും ആ നരഹരി പാദങ്ങളിൽ പ്രഹ്ലാദതുല്യമായ ഭക്തി എത്രയോ അകലെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന്. നാളെ പ്രഭാതത്തിൽ ഗജേന്ദ്രമോക്ഷത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുക. ആ സന്ദർഭത്തിൽ താമരപ്പൂവ് സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. വൈകുന്നേരം ഭഗവാന്റെ ഇവിടെ അത്യത്ഭുതകരമായ അതിഭീകരമായ ഒരു രൂപമാണെങ്കിൽ നാളെ എല്ലാവർക്കും എടുത്ത് ഓമനിക്കാൻ പാകത്തിന് നരഹരി പ്രഹ്ലാദനെ ഓമനിച്ചതുപോലെ നരന്മാരായിട്ടുള്ള നമുക്കൊക്കെ
ആ നരനായ ഹരിയെ ഓമനിക്കാനുള്ള ശ്രീകൃഷ്ണാവതാരത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ആ സന്ദർഭത്തിൽ മഞ്ഞപ്പട്ട്, പട്ടുകോണകം, പാല്, വെണ്ണ, തൈര് എന്തൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ സമർപ്പിക്കുക. പാൽപായസം നിവേദ്യമായിട്ട് സമർപ്പിക്കുക. ഭഗവാന് ആത്മസമർപ്പണത്തിൻ്റെ പറകൾ നിറയ്ക്കുക. ഇങ്ങനെ ആ ഭഗവാന് സർവം സമർപ്പിച്ച് ആ ആനന്ദം, ആ അനുഭൂതി നമ്മൾക്ക് എന്നെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നാം നേരത്തെ പറഞ്ഞതുപോലെ ഗജേന്ദ്രമോക്ഷം ആ പാരായണം ചെയ്യുന്ന സമയത്ത് താമര സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് കൂടി അറിയിക്കണം. ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ സംസാരക്കടലിൽ മുങ്ങിത്താഴുന്ന നമ്മളെപ്പോലുള്ള ഈ ജന്മദന്തികൾക്ക് എന്നും കാരുണ്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ മാത്രമാണ് ഏകാവലംബം എന്ന് തിരിച്ചറിയുന്ന രംഗം കൂടിയാണ് ഗജേന്ദ്രമോക്ഷം. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഭക്തിയോടുകൂടി അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാരാധനയോടുകൂടി സമർപ്പിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കർ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കർ ശരണം മേ തവ ചരണയുഗം ഹരഹരിമൂർത്തി പ്രഹ്ലാദപ്രിയ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ഹരേ ശരണം മേ തവ ചരണയുഗം.